സഹോദരി സാറന്മാരെ, ക്രിസ്തുവിൽ സ്നേഹവന്ദനം. നമ്മൾ ഒരു രണ്ടാഴ്ചത്തെ ബ്രേക്കിന് ശേഷമാണ് ഇന്ന് വീണ്ടും ബൈബിൾ സ്റ്റഡി ആയിട്ട് കൂടി വന്നിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ രണ്ടാഴ്ച കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ആഴ്ചയിൽ ഇവിടെ ഒരു പവർ ഷട്ട് ഡൗൺ കാരണം ഇൻ്റർനെറ്റ് അവൈലബിൾ ആയിരുന്നു, അതായിരുന്നു ബ്രേക്ക് ആയത്. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഒരു യാത്രയിലായിരുന്നു. ഞാനിപ്പം പറഞ്ഞതുപോലെ ഒരു നീണ്ടൊരു യാത്രയായിരുന്നു. ഒരു 22 മണിക്കൂർ ഡ്രൈവ് ഉള്ളൊരു യാത്രയായിരുന്നു ഇവിടുന്ന് അരിസോണ വരെ. അതിൻ്റെ ഇടയ്ക്ക് കഴിഞ്ഞ ആഴ്ചയിൽ കുവൈറ്റ് ചർച്ചിൻ്റെ മീറ്റിങ്ങിന് ഞാൻ സൂമിൽ പങ്കെടുത്തിരുന്നു. മെസ്സേജായിട്ടല്ല, നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന കാര്യങ്ങൾ, അതിൻ്റെ ഒരു ഡിസ്കഷൻ പോലെ, നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പഠിച്ച കാര്യങ്ങൾ ഒരു ഡിസ്കഷൻ പോലെ നമ്മൾ എടുത്തിരുന്നു. അത് വളരെ പ്രയോജനപ്പെട്ട ഒരു മീറ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. മുമ്പോട്ടുള്ള ദിവസങ്ങളിൽ ഈ ക്ലാസ്സിന് ശേഷം നമുക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടൊരു സെഷൻ കൂടി എടുക്കാമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ചില കാര്യങ്ങളുടെ ഒരു ബ്രേക്ക് വന്നുകൊണ്ട് അതൊന്നുകൂടി ഒന്ന് ചെറുതായിട്ട് റിപ്പീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത് നിർത്തിയത് യേശുക്രിസ്തു തലയായും ദൈവസഭ എന്ന ശരീരമായിട്ടും യേശുക്രിസ്തുവിൻ്റെ മരണപുനരുത്ഥാനത്തിൽ കൂടി നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ പുതിയ കവനിൽ കൂടി നമുക്ക് ലഭിച്ചിരിക്കുന്ന പദവിയെ പറ്റിയാണ് നമ്മൾ ചിന്തിച്ചത്. യേശുക്രിസ്തുവിൻ്റെ മരണപുനരുത്ഥാനത്തിൽ കൂടി, ആ മരണപുനരുത്ഥാനത്തെ പുതിയ നിയമം മരണത്തിൽ നിന്നുള്ള ജനനമെന്നാണ് പറയുന്നത്. വെളിപാട് പുസ്തകത്തിലും കൊലോസി ലേഖനത്തിലും മരിച്ചവരിൽ നിന്ന് ജനിച്ചവൻ എന്നുള്ള പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബോൺ ഫ്രം ഡെഡ്, ഫസ്റ്റ് ബോൺ ഫ്രം ഡെഡ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അന്നേരം മരണത്തിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പിൽ കൂടി, അല്ലെങ്കിൽ മരണത്തിൽ നിന്നുള്ള ജനനത്തിൽ കൂടി യേശു ക്രിസ്തു ദൈവസഭ എന്ന ശരീരത്തിൻ്റെ തലയായിത്തീരുന്നു. അതുപോലെ തന്നെ മരണത്തിൽ നിന്നുള്ള ജനനത്തിൽ കൂടി, അല്ലെങ്കിൽ മരണത്തിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പിൽ കൂടി നമ്മൾ യേശുക്രിസ്തുവിൻ്റെ ശരീരം, വ്യക്തിപരമായിട്ട് ശരീരവും കോർപ്പറേറ്റ് ആയിട്ട് ശരീരത്തിൻ്റെ ഭാഗമായിട്ടുള്ള അവയവങ്ങളുമാകും. ഇത് തമ്മിലുള്ള വ്യത്യാസം ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിക്കാം. അന്നേരം നമ്മൾ വീണ്ടും ജനിക്കുമ്പോൾ ഇൻഡിവിജ്വലി നമ്മൾ കർത്താവിൻ്റെ ശരീരവും കർത്താവിൻ്റെ ആലയവുമായി മാറുന്നുണ്ട്. പക്ഷേ ഒരു കോർപ്പറേറ്റ്ലി കർത്താവിൻ്റെ ആലയത്തിലെ ഒരു കല്ലും കർത്താവിൻ്റെ ശരീരത്തിലെ ഒരു അവയവവുമായിട്ടാണ് മാറുന്നത്. അത് വീണ്ടും ജനനത്തിൽ കൂടിയാണ് നമുക്ക് സംഭവിക്കുന്നത്. അങ്ങനെ നമുക്ക് കർത്താവിൻ്റെ ശരീരത്തിലെ പുരോഹിത ശുശ്രൂഷ ചെയ്യാനായിട്ട് ദൈവം നമ്മളെ എക്വിപ്പ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ കർത്താവിൻ്റെ ശരീരമായി തീരുക എന്ന് പറയുന്നതും, കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ പെർഫെക്റ്റഡ് ആയി എന്ന് പറയുന്നതും, നമ്മൾ സെയിൻസ് വിശുദ്ധരായി തീർന്നു പറയുന്നതും, നമ്മൾ ദൈവമക്കളായി എന്ന് പറയുന്നതും, നമ്മൾ ജസ്റ്റിഫൈഡ് ആയി എന്ന് പറയുന്നതും, സാങ്ക്ടിഫൈഡ് ആയി എന്ന് പറയുന്നതും, ഇതെല്ലാം പല പല പൊസിഷൻസ് ആണ്, ഇല്ലെങ്കിൽ പല പല പദവികളാണ് നമ്മൾ വീണ്ടും ജനിക്കുമ്പോൾ വിശ്വസിക്കുമ്പോൾ തന്നെ നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ വിശ്വസിച്ചതിന് ശേഷം പിന്നീട് നമുക്ക് ഉണ്ടായി വരുന്ന കാര്യങ്ങളല്ല. എന്നിട്ട് ഇതാണ് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പല സമയങ്ങളായിട്ട് പറഞ്ഞത്. എന്നിട്ട് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞപ്പോൾ വിശദീകരിച്ചിരുന്നു, യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിൽ കൂടി ആദ്യമായിട്ട് സംഭവിക്കുന്നത്, ഇല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിൽ കൂടി ദൈവം നമ്മളെ ആദാമ്യ ആ ട്രീയിൽ നിന്ന് നമ്മളെ വേർപെടുത്തുകയും ക്രിസ്തുവുമായിട്ട് ചേർക്കുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ ക്രിസ്തു എന്ന തലയുമായിട്ട് നമ്മളെ ബന്ധപ്പെടുത്തുകയും ചെയ്യുന്നു. അതാണ് റോമാലേഖനം 6-ാമത്തെ അധ്യായത്തിലൊക്കെ പറഞ്ഞിരിക്കുന്നത് പോലെ യേശു ക്രിസ്തുവിനോട് കൂടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുന്നു. നമ്മൾ പാപത്തിൽ സ്വതന്ത്രരാകുന്നു, നമ്മുടെ പാപഹൃദയം മാറ്റപ്പെടുന്നു, നമ്മൾ ന്യായപ്രമാണത്തിൽ സ്വതന്ത്രരാകുന്നു. ഇതെല്ലാം നമ്മൾ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് അപ്പോൾ തന്നെ നടക്കുന്നതാണ്, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ. എന്നാൽ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ ആദ്യത്തെ വർക്കിൽ കൂടിയാണ് അത് നടക്കുന്നത്. അങ്ങനെ നമ്മൾ യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളായി തീരുന്നുവെങ്കിലും നമ്മൾ ഒരു ആക്റ്റീവായിട്ടുള്ള അവയവമായി തീരണമെങ്കിൽ, ഒരു അവയവമായി തീരുക എന്നുള്ളതും ഒരു ആക്റ്റീവായിട്ടുള്ള അവയവമായിട്ട് പ്രവർത്തിക്കുക എന്ന് പറയുന്നതും വേറൊരു കാര്യമാണ്. അന്നേരം അങ്ങനെ ഒരു ആക്റ്റീവായിട്ടുള്ള അവയവമായിട്ട് നമ്മൾ പ്രവർത്തിക്കണമെങ്കിൽ ദൈവനും പഠിപ്പിക്കുന്നത് നാം ക്രൂശ് എടുത്തുകൊണ്ട് ഓരോ ദിവസവും നമ്മൾ അവനെ അനുഗമിക്കണമെന്നാണ്. അന്നേരം അങ്ങനെ നമ്മൾ ക്രൂശ് എടുത്തുകൊണ്ട് ഓരോ ദിവസവും കർത്താവിനെ നമ്മൾ അനുഗമിക്കുമ്പോൾ നമ്മൾ കർത്താവിൻ്റെ ശരീരത്തിൻ്റെ ഒരു ആക്റ്റീവ് അവയവമായും യേശുക്രിസ്തുവിൻ്റെ രാജകീയ പുരോഹിത വർഗമായിട്ട് നമ്മൾ പണിയപ്പെടുകയും ആ മിനിസ്റ്റർ ചെയ്യാനായിട്ട് നമ്മൾ എക്വിപ്ഡ് ആവുകയും ചെയ്യുന്നു. ഈ രണ്ട് കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നടക്കണം. ഒന്ന്, നമ്മൾ യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിൽ കൂടി നമ്മൾ പാപത്തിൽ നിന്ന് സ്വതന്ത്രരായി യേശുക്രിസ്തു എന്ന തലയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കർത്താവിൻ്റെ ശരീരമായി തീരുന്നു നമ്മൾ അറിയുകയും, രണ്ടാമത് നമ്മൾ അറിഞ്ഞു മാത്രം പോരാ, നമ്മൾ ക്രൂശ് എടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുമ്പോൾ കർത്താവിൻ്റെ അവയവമായിട്ട് നമുക്ക് പ്രവർത്തിക്കാനായിട്ട് കഴിയുകയും ചെയ്യുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞിരുന്നു, കൊലോസി ലേഖനവും എഫേസ്യ ലേഖനവും യേശുക്രിസ്തു തലയും സഭ എന്ന ശരീരം
കർത്താവിൻ്റെ തലയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സഭ എന്ന ശരീരത്തിൻ്റെയും പ്രിൻസിപ്പിൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. എഫ് എസ് ലേഖനം ആ ശരീരത്തെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതെങ്കിൽ കൊലോസ് ലേഖനം ആ തലയിലാണ് എംഫസൈസ് കൊടുക്കുന്നത്. പക്ഷേ രണ്ടും ഏകദേശം ഒരേ കാര്യങ്ങളാണ്, രണ്ട് പോയിന്റ് ഓഫ് വ്യൂവിലാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. പക്ഷേ അതൊരു ഒരു പ്രിൻസിപ്പിളാണ് കൊലോസ് ലേഖനത്തിലും എഫ് എസ് ലേഖനത്തിലും വിശദീകരിക്കുന്നത്. അതൊരു യൂണിവേഴ്സലായിട്ടുള്ള ചർച്ചിൻ്റെ പെർസ്പെക്റ്റീവിലുമാണ് വിശദീകരിക്കുന്നത്. ഞാൻ ഈ പറയുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ചോദ്യങ്ങളുണ്ടെങ്കിൽ ഞാൻ കൂടുതലായിട്ട് അത് വിശദീകരിക്കാം. എന്നാൽ ഒരു പ്രാദേശിക സഭയിൽ പ്രായോഗികമായിട്ട് ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത് കൊരിന്ത്യ സഭയെടുത്താണ് പൗലോസ് വിശദീകരിക്കുന്നത്. അതായത് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു, കൊരിന്ത്യ സഭ എന്ന് പറഞ്ഞിരിക്കുന്നത് സത്യത്തിൽ ഒരു ആത്മീയമായിട്ടുള്ള സഭയല്ല. എങ്കിൽ പോലും ആ കൊരിന്ത്യ സഭയിലാണ് ആ പ്രാദേശിക സഭയിലെ ചില ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്യുമ്പോൾ പ്രാദേശിക സഭയിൽ എങ്ങനെയാണ് ക്രിസ്തു തലയായിട്ടും സഭ ശരീരമായിട്ടും വർക്ക് ചെയ്യുന്നുള്ളത് പൗലോസ് വിശദീകരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യമുണ്ട്. അത് കൊരിന്ത്യ ലേഖനം 1 കൊരിന്ത്യർ അതിൻ്റെ 12:12 അതിലാണ് പൗലോസ് ഈ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിക്കുന്നത്. ആ വാക്യം നമുക്ക് വേണമെങ്കിൽ എടുക്കാം. 1 കൊരിന്ത്യർ 12:12 രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അവിടെ പറയാണ് ശരീരം ഒന്നും അതിന് അവയവം പലതും, ശരീരത്തിന്റെ അവയവം പലതായിരിക്കെ എല്ലാം ഒരു ശരീരം ആയിരിക്കുന്ന പോലെയാകുന്നു ക്രിസ്തു എന്ന് പറയുമ്പോൾ ക്രിസ്തുവിന്റെ ബോഡിയെ പറ്റിയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഫോർ ഈവൻ ആസ് ദ ബോഡി ഈസ് വൺ ആൻഡ് യെറ്റ് മെനി മെമ്പേഴ്സ് ആൻഡ് ഓൾ ദ മെമ്പേഴ്സ് ഓഫ് ദ ബോഡി ദോ ദേ ആർ മെനി ആർ വൺ ബോഡി സോ ഓൾസോ ഇസ് എ ക്രിസ്തു. അന്നേരം ക്രിസ്തു എന്ന ക്രിസ്തുവിന്റെ തലയായിട്ടിരിക്കുന്ന ആ ശരീരത്തിലെ പല അവയവങ്ങളുണ്ടെങ്കിൽ ഈ പല അവയവങ്ങളെല്ലാം കൂടി ചേരുന്ന ഒരു ശരീരമാണ് ക്രിസ്തുവിന്റെ ശരീരം എന്നാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. ഇനി എങ്ങനെയാണ് ആ ക്രിസ്തുവിന്റെ ശരീരത്തിലേക്ക് നമ്മൾ ചേർക്കപ്പെട്ടതെന്നും നമ്മളിലേക്ക് ക്രിസ്തുവിന്റെ ജീവൻ എങ്ങനെയാണ് വന്നതെന്നുള്ളതും അടുത്ത വാക്യത്തിലാണ് വിശദീകരിക്കുന്നത്. ഈ രണ്ടും വിശദീകരിക്കുന്നുണ്ട്. ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അത് വിശദീകരിക്കാം. 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്: യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ ആയ നാം എല്ലാവരും. ഇത് കൊലോസ് ലേഖനത്തിലേക്ക് വരുമ്പോഴേക്കും അത് കൂടുതലായിട്ട് വിശദീകരിക്കുന്നുണ്ട്. യഹൂദനോ യവനോ ദാസനോ സ്വതന്ത്രനോ ശകനോ ബർബരനോ സ്ത്രീയോ പുരുഷനോ എന്നുള്ള എല്ലാ ഡിവിഷൻസും മാറ്റിക്കൊണ്ട് എല്ലാ വ്യക്തികളും, പഴയ നിയമത്തിൽ നിന്നുള്ള വ്യത്യാസം ഇതാണ്. പഴയ നിയമത്തിൽ ഡിവിഷൻസ് ഉണ്ടായിരുന്നു, സ്ത്രീയും പുരുഷനും തമ്മിൽ വ്യത്യാസം ഉണ്ടായിരുന്നു, ശുശ്രൂഷകളിൽ വ്യത്യാസം ഉണ്ടായിരുന്നു, ഒരു മഹാപുരോഹിതൻ ഉണ്ടായിരുന്നു, ആ മഹാപുരോഹിതന് മാത്രമേ ദൈവമായിട്ട് നേരിട്ട് ബന്ധപ്പെടാനായിട്ട് കഴിയത്തുള്ളായിരുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ചിന്തിച്ച ഒരു അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കടന്ന് ദൈവമായിട്ട് നേരിട്ടുള്ള ബന്ധത്തിൽ ശുശ്രൂഷിക്കാനൊക്കെ അങ്ങനെയുള്ളൊരു ഡിവിഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ എല്ലാ ഡിവിഷനെയും മാറ്റിക്കളഞ്ഞിട്ട് എല്ലാവരെയും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമാക്കി തീർക്കുന്ന ഒരു കാര്യം എപ്പോഴാണ് നടന്നെന്ന് പറഞ്ഞിരിക്കുകയാണ്. എങ്ങനെയാണ് നടന്നു പറയാണ്: യഹൂദന്മാരോ യവന്മാരോ ദാസന്മാരോ സ്വതന്ത്രരായ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിനാൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തുമിരിക്കുന്നു. അതായത് രണ്ട് കാര്യങ്ങൾ കൂടിയാണ് നമ്മൾ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമായി തീർന്നു. നമ്മുടെ ഉള്ളിലേക്ക് ക്രിസ്തുവിന്റെ ജീവൻ വന്ന് നമ്മൾ ഇൻഡിവിജ്വലായിട്ട് ക്രിസ്തുവിന്റെ ശരീരമായി തീർന്നു. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. ഒന്ന്, നമ്മൾ ഇൻഡിവിജ്വലായിട്ട് ക്രിസ്തുവിന്റെ ശരീരമായി തീരുന്നു. രണ്ട്, നമ്മൾ കോർപ്പറേറ്റ് ആയിട്ട് ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമായിട്ടുള്ള അവയവങ്ങളായി തീരുന്നു. ഇത് രണ്ടും നടക്കുന്നത് ഒരേ കാര്യത്തിലാണ്, എന്നാൽ അത് രണ്ട് വ്യത്യസ്ത രീതിയിലാണ് പൗലോസ് വിശദീകരിക്കുന്നത്. അതിൽ ആദ്യത്തെ കാര്യം ഞാൻ പറയാം. ഒന്ന്, അവിടെ പറഞ്ഞിരിക്കുന്നത് നാം എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തുമിരിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് വി ഓൾ മെയ്ഡ് ടു ഡ്രിങ്ക് വൺ സ്പിരിറ്റ്. അതായത് നമ്മളെല്ലാവരും എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, കൊരിന്ത്യ സഭയിലുള്ള എല്ലാവരുടെയും കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഒരാളെയും വ്യത്യാസപ്പെടുത്തിയിട്ടില്ല. കൊരിന്ത്യ സഭയിലുള്ള എല്ലാവരും, ആ സഭയിൽ നമ്മൾ ശ്രദ്ധിച്ച് വായിച്ചു കഴിഞ്ഞാൽ ആ സഭയിൽ ജഡീകരും ഉണ്ടായിരുന്നു, ആത്മീയരും ഉണ്ടായിരുന്നു, രക്ഷിക്കപ്പെട്ടവരിൽ തന്നെ. എന്നാൽ ഇവരെ എല്ലാവരെയും ചേർത്താണ് പറഞ്ഞിരിക്കുന്നത്. ഈ എല്ലാവർക്കും ഒരു കാര്യം സംഭവിച്ചു, അല്ലെങ്കിൽ രണ്ട് കാര്യങ്ങളെന്ന് ഒരേ കാര്യം തന്നെ രണ്ടായിട്ട് പറയുന്നുണ്ട്. അതെന്ന് വെച്ച് പറയുന്നത്, ഒന്ന്, അവരെല്ലാവരും പരിശുദ്ധാത്മാവിനെ പാനം ചെയ്തവരാണ്, ഇല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ ഉള്ളിൽ റിസീവ് ചെയ്തവരാണ്. അതുകൊണ്ടാണ് നാം എല്ലാവരും വി ഓൾ മെയ്ഡ് ടു ഡ്രിങ്ക് വൺ സ്പിരിറ്റ്. അത് പൗലോസ് എന്ന് പറഞ്ഞിരിക്കുന്ന ആത്മീയനും കൊരിന്ത്യ സഭയിലെ ആത്മീയന്മാരും ജഡീകന്മാരും എല്ലാവരും ഒരു ശരീരത്തിന്റെ ഭാഗമായി തീർന്നത് ഒരേ ആത്മാവിനെ പാനം ചെയ്തുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ഈ ആത്മാവിനെ പാനം ചെയ്യുക എന്നുള്ളതിന് തത്തുല്യമായിട്ട് ഇതേ കാര്യമാണ് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 7-ാമത്തെ അധ്യായത്തിന്റെ 37-38 വാക്യങ്ങളിൽ യേശുക്രിസ്തു പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 7-ന്റെ
37, 38 വാക്യങ്ങളിൽ യേശുക്രിസ്തു പറയാണ്, ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ കൊയ്തലായത്തിൽ പറഞ്ഞിരിക്കുന്നത് അതേ കുടിക്കുക എന്നുള്ള പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ആ കുടിക്കുന്ന എന്താണെന്ന് താഴെ വിശദീകരിക്കുകയാണ്. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവരറ്റ നദികൾ ഒഴുകുമെന്ന് പറയണം. അന്നേരം കുടിക്കുന്നതിന്റെ റിസൾട്ട്, കുടിക്കുക എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. മുകളിലത്തെ വാക്യമായിട്ട് ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. കുടിക്കുന്നതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് അവരുടെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ പുറത്തേക്ക് ഒഴുകാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതെന്താണെന്നുള്ളത് താഴെ വീണ്ടും പറഞ്ഞിരിക്കുകയാണ്. അത് കുറച്ചുകൂടി യോഹന്നാൻ വിശദീകരിക്കുകയാണ്. അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത് യേശു അന്ന് തേജസ്കരിക്കപ്പെട്ടിരിക്കുകയല്ലായികൾ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു. അന്നേരം യോഹന്നാൻ ഇത് പറയുമ്പോൾ കൊരിന്ത്യലേഖനത്തിൽ നടക്കുന്നത് പോലെ ആത്മാവിനെ പാനം ചെയ്യാനായിട്ട് അവർക്ക് കഴിയുമായിരുന്നില്ല. കാരണം യേശു ക്രിസ്തുവിൻ്റെ മരണപുനരുത്ഥാനത്തിൽ കൂടി ആ പുതിയ കവനന്റ് സ്ഥാപിക്കപ്പെട്ടിട്ടില്ലായിരുന്നു. ആ പുതിയ കവനന്റ് സ്ഥാപിക്കപ്പെടുമ്പോൾ യേശു ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ് കഴിയുമ്പോൾ, യേശു ക്രിസ്തു സഭയുടെ തലയായിട്ട് ഉയർത്തെഴുന്നേറ്റ് കഴിയുമ്പോൾ വിശ്വസിക്കുന്ന എല്ലാവർക്കും പരിശുദ്ധാത്മാവിനെ പാനം ചെയ്യാനായിട്ട് കഴിയും. ഇല്ലെങ്കിൽ വിശ്വസിക്കുന്നതിൽ കൂടി പരിശുദ്ധാത്മാവിനെ പാനം ചെയ്യാനായിട്ട് കഴിയും. ഇതാണ് യോഹന്നാൻ ഇത് മുമ്പോട്ട് വരാൻ പോകുന്ന ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ കൊരിന്ത്യലേഖനത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ കാര്യമാണ് പറയുന്നത് മനസ്സിലാവുന്നുള്ളൂ. അന്നേരം അതുകൊണ്ടാണ് പാസ്റ്റ് ടെൻസിൽ കൊരിന്ത്യലേഖനത്തിൽ പറയുകയും യോഹന്നാന്റെ സുവിശേഷത്തിൽ അത് ഫ്യൂച്ചർ സെൻസിൽ വരാൻ പോകുന്നതാണെന്ന് പറയുകയും ചെയ്തു. അന്നേരം ഇവിടെ പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെ പാനം ചെയ്യുക എന്ന് പറഞ്ഞിരിക്കുന്നതും യോഹന്നാന്റെ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിൽ പരിശുദ്ധാത്മാവിനെ ഇല്ലെങ്കിൽ ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്ന് പറയുന്ന ഒരേ കാര്യമാണ്. എന്നാൽ ഈ പരിശുദ്ധാത്മാവിനെ പാനം ചെയ്യുന്നത് തന്നെ തത്തുല്യമായ രീതിയിൽ വേറൊരു പദത്തിൽ കൂടി യേശു ക്രിസ്തു ഉപയോഗിച്ചിട്ടുണ്ട്. അത് പെട്ടെന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് പറയാമോ? പരിശുദ്ധാത്മാവിനെ പാനം ചെയ്യുക എന്നുള്ളതിൻ്റെ അതേ പദം തന്നെ. ഞാനൊരു സൂചന തരാം. പരിശുദ്ധാത്മാവിനെ പാനം ചെയ്യുമ്പോൾ നമുക്ക് ജീവൻ ലഭിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ജീവൻ ലഭിക്കാൻ എന്ത് കുടിക്കണം എന്ന് യേശു ക്രിസ്തു വേറെടുത്ത് പറയുന്നുണ്ട്. ഞാൻ ഒരു സൂചന നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് പറയാം എന്ത് കുടിക്കണമെന്നാണ് പറഞ്ഞു തന്നത്? എന്റെ രക്തം കുടിക്കുക. അതെ. അന്നേരം ജീവൻ ലഭിക്കണമെങ്കിൽ രക്തം കുടിക്കണമെന്ന് യേശു ക്രിസ്തു വേറെടുത്ത് പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം ആരത് പറഞ്ഞത്? പേര് പറഞ്ഞാൽ എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഓക്കെ, താങ്ക് യു. അന്നേരം എനിക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നതാണ് ചോദിച്ചത്. ഓക്കെ, യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിന്റെ 53-ാമത്തെ വാക്യത്തിൽ യേശു ക്രിസ്തു പറയുന്നുണ്ട്, നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും അവന്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങളുടെ ഉള്ളിൽ ജീവനില്ല. എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് പറയാണ്. അത് ആ നിത്യജീവനുണ്ട് എന്നത് എൻ്റെ മുകളിലത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. 47-ാമത്തെ വാക്യം, ഞാൻ യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായമാണ് വായിക്കുന്നത്. 47-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ടെന്ന് പറയുന്നു. താഴേക്ക് വരുമ്പോൾ പറയുന്നുണ്ട്, എൻ്റെ രക്തം കുടിക്കുന്നവന് നിത്യജീവനുണ്ടെന്ന് പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിൽ ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്ന് പറയുന്നു. എന്നിട്ട് കുടിക്കുക എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുകയാണെന്ന് പറഞ്ഞിരിക്കുന്നു. വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ നദികൾ ഒഴുകുമെന്ന് പറയുന്നത്. അന്നേരം ഇതെല്ലാം പറയുന്ന ഒരേ കാര്യമാണ്. അന്നേരം എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ഉള്ളിൽ യേശു ക്രിസ്തുവിൻ്റെ ജീവൻ വന്നത് എന്നുള്ളതാണ് ഈ കൊരിന്ത്യലേഖനത്തിൽ പൗലോസ് ആദ്യം വിശദീകരിക്കുന്നത്. വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, യേശു ക്രിസ്തുവിൻ്റെ ജീവൻ നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നാം എന്തായിത്തീരുന്നു? നാം ഇൻഡിവിജ്വലായി യേശു ക്രിസ്തുവിൻ്റെ ശരീരമായി തീരുകയാണ്. കർത്താവിൻ്റെ ജീവൻ നമ്മുടെ ഉള്ളിൽ വന്ന് നാം ഇൻഡിവിജ്വലി കർത്താവിൻ്റെ ശരീരമായി തീരുകയും വ്യക്തിപരമായിട്ട്, ഞാനിത് പറഞ്ഞത് ഒരു വ്യക്തിയെ സംബന്ധിച്ചാണ്, വ്യക്തിപരമായിട്ട് നമ്മുടെ തല യേശു ക്രിസ്തുവും നമ്മൾ കർത്താവിൻ്റെ ശരീരവുമായി തീരുകയാണ്. ഇതാണ് കൊരിന്ത്യലേഖനത്തിൽ ഈ 12-ാമത്തെ അധ്യായത്തിൽ സഭ എന്ന ശരീരത്തിന് പറയുന്നതിന് മുമ്പ് തന്നെ 11-ാമത്തെ അധ്യായത്തിൽ ഒരു വ്യക്തിപരമായിട്ട് ഒരു വ്യക്തിയുടെ ഇല്ലെങ്കിൽ പുരുഷന്റെ തല ക്രിസ്തു എന്ന് കൊരിന്ത്യലേഖനത്തിൽ പൗലോസ് തന്നെ പറയുന്നുണ്ട്. ക്രിസ്തുവിന്റെ തല ദൈവം എന്നും പറയുന്നുണ്ട്. അന്നേരം ഞാൻ എന്താണ് പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ വ്യക്തിപരമായിട്ട് യേശു ക്രിസ്തുവിന്റെ തല പിതാവായ ദൈവമായിരുന്നു. യേശു ക്രിസ്തു പിതാവായ ദൈവം തലയായി ഒരു ശരീരം വർക്ക് ചെയ്തതുപോലെയായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം യേശു ക്രിസ്തുവിൻ്റെ ഉള്ളിൽ പിതാവിൻ്റെ ജീവനായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. യേശു ക്രിസ്തുവിൻ്റെ മരണപുനരുത്ഥാനത്തിൽ കൂടി തൻ്റെ ജീവൻ നമ്മുടെ ഉള്ളിൽ തന്നിട്ട് അതേ രീതിയിൽ നമുക്ക് ഫങ്ഷൻ ചെയ്യാനായിട്ട് കർത്താവ് ഒരു വഴി ഒരുക്കുകയാണ് ചെയ്തത്. അതാണ് നമ്മൾ
കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കേട്ട ആ ജീവന്റെ പുതുവഴി. കർത്താവിന്റെ മരണപുനരുത്ഥാനത്തിൽ കൂടി നമ്മൾ യേശുക്രിസ്തു എന്ന തലയുമായി ഇൻഡിവിജ്വലി കണക്റ്റഡ് ആവുകയും നമ്മൾ യേശുക്രിസ്തുവിന്റെ ശരീരമായി തീരുകയും ചെയ്യാണ്. അന്നേരം അങ്ങനെ നമ്മൾ യേശുക്രിസ്തുവിന്റെ ശരീരമായിട്ട് നമ്മൾ വർക്ക് ചെയ്യണം എന്നും നമ്മുടെ ഓരോ അവയവങ്ങളും കർത്താവിൻ്റെ അവയവങ്ങൾ പോലെ കർത്താവിൻ്റെ കൈയും കർത്താവിൻ്റെ കാലും കർത്താവിൻ്റെ കണ്ണും കർത്താവിൻ്റെ ചിന്തയും കർത്താവിൻ്റെ മനസ്സുമുള്ളവരായി നമ്മൾ തീരണമെന്നും ആഗ്രഹിക്കുന്നു. അത് പോസിബിളാണ്. അങ്ങനെ അങ്ങനെ തിയറട്ടിക്കലി അല്ലെങ്കിൽ അങ്ങനെ പൊസിഷനിൽ നമ്മളായി കഴിഞ്ഞു, നമ്മളതിൽ വർക്ക് ചെയ്താൽ മതി. അതാണ് റോമാലേഖനം 6-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴേക്കും പൗലോസ് വിശദീകരിക്കും. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ചിന്തിച്ച അതേ കാര്യം തന്നെ ഞാൻ വീണ്ടും വിശദീകരിക്കുന്നേ ഉള്ളൂ. റോമാലേഖനം 6-ാമത്തെ അധ്യായത്തിൽ പൗലോസ് ഇത് വിശദീകരിക്കുമ്പോൾ നമുക്ക് ആ വാക്യങ്ങളിലേക്ക് പെട്ടെന്ന് പോവാം. റോമർ 6-ന്റെ 6-ാമത്തെ അധ്യായം, റോമർ 6-ന്റെ 13 ഈ കാര്യം യേശുക്രിസ്തുവിന്റെ മരണപുനരുത്ഥാനത്തിൽ കൂടി നമ്മൾ മരിച്ചുയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞതിന് ശേഷം 13-ാമത്തെ വാക്യത്തിൽ പറയാണ്, നിങ്ങളുടെ അവയവങ്ങളുടെ നിങ്ങളുടെ മെമ്പേഴ്സിനെ അനീതിയുടെ ആയുധങ്ങളായിട്ട് പാപത്തിന് സമർപ്പിക്കുകയരുത്, നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായിട്ട് ദൈവത്തിന് സമർപ്പിക്കുകയും ചെയ്തോളൂ. ഈ ആയുധങ്ങൾ എന്നുള്ളത് ഇംഗ്ലീഷിൽ വരുമ്പോഴേക്കും ഇൻസ്ട്രുമെന്റ്സ് ഉള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ആയുധം എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകത്തില്ല. ഇൻസ്ട്രുമെന്റ് എന്നുള്ള വാക്കാണ് കറക്റ്റ്. അവിടെ 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, ആൻഡ് ഡു നോട്ട് ഗോ ഓൺ പ്രസന്റിങ് യുവർ മെമ്പേഴ്സ് ഓഫ് ദ ബോഡി ആസ് ഇൻസ്ട്രുമെന്റ് ഓഫ് അൺറൈച്ചസ്നസ് ബട്ട് പ്രസന്റ് യുവർ സെൽഫ് ടു ഗോഡ് ആസ് ദോസ് അലൈവ് ഫ്രം ഡെഡ് ആൻഡ് യുവർ മെമ്പേഴ്സ് ആസ് ഇൻസ്ട്രുമെന്റ്സ് ഓഫ് റൈച്ചസ്നസ് ടു ഗോഡ്. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻഡിവിജ്വലി നമ്മൾ യേശുക്രിസ്തുവിന്റെ രക്തം പാനം ചെയ്യുമ്പോൾ, പരിശുദ്ധാത്മാവിനെ പാനം ചെയ്യുമ്പോൾ, കൊരിന്ത്യലേഖനം 12 പറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ നാം എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്യുമ്പോൾ നമ്മൾ ഇൻഡിവിജ്വലി കർത്താവിൻ്റെ ശരീരമായിത്തീരുന്നു. നമ്മുടെ അവയവങ്ങൾ കർത്താവിന് ഉപയോഗിക്കാൻ കഴിയുന്ന ഇൻസ്ട്രുമെന്റ്സ് ആയിട്ട് മാറുന്നു. എന്നാൽ ആ ഇൻസ്ട്രുമെന്റ്സ് ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് സമർപ്പിക്കുവിൻ എന്ന് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? നമുക്കതിന് സമർപ്പിക്കാനായിട്ട് കഴിയും. അത് ഞാൻ റോമാലേഖനം 6-ാമത്തെ അധ്യായം വളരെ ഡീറ്റെയിൽ ആയിട്ട് മുമ്പ് വിശദീകരിച്ചുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിക്കുന്നില്ല. അങ്ങനെ നമുക്ക് സമർപ്പിക്കാനായിട്ട് കഴിയും. അങ്ങനെ അതാണ് നമ്മൾ ക്രൂശ് എടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, നമ്മൾ പാപത്തിൽ നിന്ന് സ്വതന്ത്രരായി നമ്മൾ അറിയുന്നു, ക്രിസ്തു എന്ന തലയുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടു എന്ന് നമ്മൾ അറിയുന്നു. അറിഞ്ഞതിന് ശേഷം നമ്മുടെ അവയവങ്ങളെ നമ്മൾ സമർപ്പിക്കുമ്പോൾ നമ്മുടെ ഓരോ അവയവങ്ങളും ക്രിസ്തുവിൻ്റെ അവയവങ്ങളായിട്ട് ഒരു ഇൻസ്ട്രുമെന്റ് പോലെ കർത്താവിന് ഉപയോഗിക്കാനായിട്ട് കഴിയും. അന്നേരം എൻ്റെ കൈ, യേശു ക്രിസ്തുവിന് ഇന്ന് ഭൂമിയിൽ ഭൗതികമായിട്ടൊരു ശരീരമില്ല. കർത്താവിൻ്റെ ശരീരം എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഓരോരുത്തരാണ്. അതായത് കർത്താവിന് നമ്മളെ അങ്ങനെ ഓരോരുത്തരെയും കർത്താവിൻ്റെ കൈയായിട്ടും കർത്താവിൻ്റെ കാലായിട്ടും കർത്താവിൻ്റെ നാവായിട്ടും കർത്താവിൻ്റെ കണ്ണായിട്ടും എല്ലാം നമുക്ക് ഉപയോഗിക്കാനുണ്ട്. കർത്താവിന് ചിന്തിക്കുന്ന പോലെ കർത്താവിന് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും. കർത്താവിന് മനസ്സ് നമുക്ക് വന്നിരിക്കുന്നു. ഇതെല്ലാം നമുക്ക് വന്നിരിക്കുന്നു. എന്നാൽ നമ്മൾ അതിനു വേണ്ടിയിട്ട് കർത്താവിനെ അലോ ചെയ്യുമ്പോൾ നമ്മളുടെ അവയവങ്ങൾ ഓരോന്നും കർത്താവിൻ്റെ അവയവങ്ങളായിട്ട് ഈ ഭൂമിയിൽ കർത്താവിന് ഉപയോഗിക്കാനായിട്ട് കഴിയും. അതിനെയാണ് ബൈബിൾ പഠിപ്പിക്കുന്ന വിശുദ്ധീകരണം, സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ അവസാനത്തെ വാക്യങ്ങളിലേക്ക് വരുമ്പോഴേക്കും പറഞ്ഞിരിക്കുന്നത്, എന്നാൽ ഇപ്പോൾ 22-ാമത്തെ വാക്യം, ബാക്കി മുമ്പുള്ള വാക്യങ്ങളെല്ലാം ഇത് വീണ്ടും വീണ്ടും അത് തന്നെ പറയുന്നുണ്ട്. സമർപ്പിക്കുക, ഈ 19-ാമത്തെ വാക്യത്തിൽ വീണ്ടും നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായിട്ട് നീതിക്ക് സമർപ്പിക്കൂ എന്ന് പറയുന്നുണ്ട്. മെമ്പേഴ്സ് ആർ സ്ലേവ്സ് ഓഫ് റൈച്ചസ്നസ് റിസൾട്ടിങ് സാങ്ക്ടിഫിക്കേഷൻ. അന്നേരം വിശുദ്ധീകരണം എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഇതേപോലെ കർത്താവിന് നമ്മുടെ അവയവങ്ങളെ കർത്താവിന് സമർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധീകരണം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. വീണ്ടും 22-ാമത്തെ വാക്യത്തിൽ പറയാണ്, ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും. അന്നേരം സാങ്ക്ടിഫിക്കേഷൻ്റെ ഒരു പ്രോസസ്സ് ഇൻഡിവിജ്വലി നമ്മുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടേയിരിക്കുന്നു. എപ്പോൾ നമ്മൾ കർത്താവിനെ പാനം ചെയ്തു എന്നുള്ളതുകൊണ്ട് മാത്രമല്ല, കർത്താവിനെ പാനം ചെയ്തു, പരിശുദ്ധാത്മാവിനെ പാനം ചെയ്തു, കർത്താവിൻ്റെ രക്തം നമ്മൾ പാനം ചെയ്തു, നമ്മൾ കർത്താവിന് നമ്മുടെ അവയവങ്ങളെ കണ്ടിന്യൂസ് ആയിട്ട് വിട്ടുകൊടുക്കുമ്പോൾ ആ സാങ്ക്ടിഫിക്കേഷൻ നമ്മുടെ ജീവിതത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടേ ഇരിക്കുമെന്നാണ് പൗലോസ് അവിടെ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ കൊരിന്ത്യർ ലേഖനത്തിലൂടെ പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമ്മൾ വ്യക്തിപരമായിട്ട് നമ്മൾ ഏറ്റവും വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, യേശുക്രിസ്തു നമ്മുടെ തലയാണ് എന്നുള്ളത് നമുക്ക് എപ്പോഴും മനസ്സിലായിരിക്കണം. വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ക്രിസ്തുവിനെ നമ്മുടെ തലയാക്കി വെക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി തീരും. ഞാനൊരു പ്രശ്നപരിഹാരത്തിനുള്ള ഫോർമുലയല്ല പറഞ്ഞിരിക്കുന്നത്, എന്നാൽ അത് ഒരു തരത്തിൽ പ്രശ്നപരിഹാരത്തിനുള്ള ഫോർമുലയുമാണ്. നമ്മുടെ
വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം നാം യേശുക്രിസ്തുവിനെ തലയാക്കി വെക്കാത്തതുകൊണ്ടാണ്. വിശ്വസിച്ചവരുടെ എല്ലാം തല ക്രിസ്തുവാണ് തിയറട്ടിക്കലി. പക്ഷെ നാം ക്രിസ്തു തലയാണ് എന്ന് മനസ്സിലാക്കി ആ തലയ്ക്ക് പരിപൂർണമായിട്ടും നമ്മളെ വിട്ടുകൊടുക്കാത്ത, കംപ്ലീറ്റ് ആയിട്ട് അവൈലബിൾ ആയിട്ട് ദൈവത്തിന് വിട്ടുകൊടുക്കാത്തതാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളിലെയും കാരണം. വൺസ് നമ്മൾ ക്രിസ്തുവിനെ നമ്മുടെ തലയായിട്ട് നമ്മൾ പരിപൂർണമായിട്ടും വിട്ടുകൊടുക്കുമ്പോൾ, നമ്മൾ പരിപൂർണമായിട്ടും കർത്താവിൻ്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ നടക്കട്ടെ എന്ന് നമ്മൾ വിട്ടുകൊടുക്കുമ്പോൾ, കർത്താവ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കും. എല്ലാത്തിൻ്റെ മുകളിൽ നമ്മളെ പരിഹരിക്കും. ഞാനിത് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ മീറ്റിങ്ങിന് മുമ്പ് പോകുന്നൊരു ഒരു മിക്സറായിട്ടുള്ള പല ആൾക്കാർ കൂടുന്നൊരു മീറ്റിംഗ് ഉണ്ട്. എന്നിട്ട് അവിടെ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഈ സംഭവങ്ങൾ ഇടയ്ക്ക് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ, എൻ്റെ സമയം പോകുന്നുണ്ടെങ്കിൽ പോലും. എന്നിട്ട് അവിടെ കഴിഞ്ഞ ആഴ്ചയിൽ ചെന്നപ്പോൾ അവിടുത്തെ ഒരു ഡിസ്കഷനിൽ എൻ്റെ അടുത്ത് നല്ല പൊതുവെ ചോദിച്ചൊരു ചോദ്യം, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ദൈവം ഒരിക്കൽ പറയുകയും പിന്നീട് റിപ്പീറ്റ് ചെയ്ത് ഓർമ്മിപ്പിക്കുകയും ചെയ്ത് ഒരു വാക്യം ഏതാണെന്നുള്ളത് ചോദിച്ചു. എന്നിട്ട് എനിക്ക് പെട്ടെന്ന് പറയാനായിട്ട് കഴിയുന്നൊരു വാക്യമുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ജീവിതത്തിൽ ഒരു ക്രൂഷ്യലായിട്ടൊരു സംഭവം കുവൈറ്റിലായിരുന്നപ്പോൾ നടന്നിരുന്നു. ഏകദേശം ഒരു 10-15 വർഷത്തോളം മുമ്പാണ്. അവിടെ കുവൈറ്റ് വെച്ചിട്ട് എന്നെ ഒരു കള്ളക്കേസിലൊരു കുവൈറ്റി കൊടുക്കുകയും എനിക്ക് ജയിലിൽ പോകേണ്ടതൊക്കെ ഒരു സംഭവം ഉണ്ടായി. അതിൻ്റെ ഡീറ്റെയിലേക്ക് ഞാൻ പോകുന്നില്ല. അതെൻ്റെ ജീവിതത്തിൽ ഒരു വലിയൊരു പ്രശ്നമായിരുന്നു അന്നത്തെ കാലത്ത്. എന്നിട്ട് ഞാൻ ആ ജയിലിൽ പോകുന്നതിന് മുമ്പ് ദൈവം എൻ്റെ അടുത്ത് സംസാരിച്ച ഒരു വാക്യമുണ്ട്. അത് 46-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 10-ാമത്തെ വാക്യമാണ്. അതിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ബി സ്റ്റിൽ ആൻഡ് നോ ദാറ്റ് ഐ ആം ഗോഡ്. മലയാളത്തിൽ മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളൂ എന്നാണ്. ആ മിണ്ടാതിരുന്നു എന്നുള്ളത് ഒരു കറക്റ്റ് ട്രാൻസ്ലേഷൻ അല്ല. ബി സ്റ്റിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബി സ്റ്റിൽ എന്ന് പറഞ്ഞാൽ ഡു നോട്ട് പാനിക്, ഡു നോട്ട് ഫ്രെറ്റ്. നീ ഭയപ്പെടുകയോ നീ നിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ പ്ലാനുകളോ ഒന്നും ചെയ്യരുത്. ബി സ്റ്റിൽ ആൻഡ് നോ ദാറ്റ് ഐ ആം ഗോഡ് എന്നുള്ളതാണ് എൻ്റെ അടുത്ത് അന്ന് സംസാരിച്ചത്. ദൈവമാണ് ഈ സാഹചര്യത്തിൽ കൂടി പ്രവർത്തിക്കുക എന്നുള്ളത് എനിക്ക് പ്രൂവ് ചെയ്തു തന്നു. ദൈവം എന്നെ അത്ഭുതകരമായിട്ട് അതിൽ നിന്നൊക്കെ വിടുവിച്ചു. അത് വേറൊരു വിഷയം. ഞാനെന്താണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിത് പറഞ്ഞു കഴിഞ്ഞ ആഴ്ചയിൽ അന്ന് വൈകുന്നേരം തന്നെ എനിക്ക് വേറൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതൊരു ആന്ധ്രക്കാരുടെ ഒരു മീറ്റിംഗ് ആയിരുന്നു, ഇവിടെ വെച്ച് തന്നെയുള്ള. എന്നിട്ട് അവിടെ വെച്ച് ഒരു സഹോദരൻ പറയായിരുന്നു, ആ സഹോദരൻ്റെ ഗ്രാൻഡ് ഫാദർ ഈ ഭക്ത് സിംഗ്, നിങ്ങൾ കേട്ടിട്ടുണ്ടോന്ന് അറിയത്തില്ല, ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു സുവിശേഷകൻ ആയിരുന്നു ഭക്ത് സിംഗ് എന്ന് പറയുന്നത്. ഭക്ത് സിംഗിൻ്റെ ഒരു കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്ത ഒരു ദൈവദാസനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മിനിസ്ട്രി കൂടെ ഒരുപാട് സഭകൾ സ്ഥാപിക്കപ്പെട്ടു. എന്നാൽ അദ്ദേഹത്തിൻ്റെ മിനിസ്ട്രി അതിനുശേഷം വളരെയധികം തകർന്നു പോയി. കാരണം ആൾക്കാരെല്ലാം പണത്തിൻ്റെ പുറകെയൊക്കെ പോയി അത് തകർന്നു പോയി. അന്നേരം അദ്ദേഹത്തിൻ്റെ കൊച്ചുമോൻ ഇതിൽ നിന്നെല്ലാം മടുത്തിട്ട് ഇദ്ദേഹം തീരുമാനിച്ചു അമേരിക്കയിൽ വന്നിട്ട് ബിസിനസ് ചെയ്ത് വലിയ പൈസ കുറേ ഉണ്ടാക്കിയിട്ട് വേറെ ആരിലും ആശ്രയിക്കാതെ സുവിശേഷ വേല ചെയ്യണം എന്ന് വെച്ചിട്ട് ഇവിടെ വന്നൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അദ്ദേഹത്തിൻ്റെ ബിസിനസ് ദൈവം പൊളിച്ച് കൈ കൊടുത്തു, കംപ്ലീറ്റ് ആയിട്ട് പൊളിഞ്ഞ് പാപ്പരായി. അന്നേരം ഇദ്ദേഹം ദൈവത്തിൻ്റെ അടുത്ത് ചോദിച്ചു, അന്ന് വൈകുന്നേരം പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ ടെസ്റ്റ് പണി പറയുന്നതാണ്. അന്നേരം അദ്ദേഹം ദൈവത്തോട് ചോദിച്ചു, ഞാൻ ദൈവമേ നിനക്ക് വേണ്ടിയിട്ടല്ലേ ഈ വർക്കെല്ലാം ചെയ്തത്, നിന്റെ സുവിശേഷ വേലയ്ക്ക് വേണ്ടിയിട്ട് ഒരു ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കി സുവിശേഷ വേല ചെയ്യാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ട് എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ ദൈവം ആ വ്യക്തിയെടുത്തും പറഞ്ഞ് ഇതേ വാക്യമാണെന്ന് പറഞ്ഞു മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞോളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ദൈവം പറഞ്ഞത്, ഞാനാണ് തല, ഞാൻ പറയുകയാണെങ്കിൽ നീ സുവിശേഷ വേല ചെയ്യുക. നിന്റെ സുവിശേഷ വേല ഞാൻ ആരാണ് പറഞ്ഞത്? എനിക്ക് വേണ്ടിയിട്ട് നീ എന്തിനാണ് ചെയ്യുന്നത്? ഞാൻ പറയുന്ന പോലെ നീ ചെയ്താൽ മതി എന്നുള്ളതാണ് ആ പ്രിൻസിപ്പലാണ് പറഞ്ഞത്. മൂന്നാമത്തെ ടെൻഷൻ എന്ന് പറഞ്ഞാൽ, ഇന്ന് ഞാൻ രാവിലത്തെ ആ മീറ്റിങ്ങിന് പോയപ്പോൾ അവിടെ ഒരു 86 വയസ്സുള്ളൊരു ഒരു വ്യക്തി, വളരെ റെഗുലറായിട്ട് മീറ്റിങ്ങിന് വരുന്നൊരു വ്യക്തിയുണ്ട്, പ്രായമുള്ളൊരു വ്യക്തിയാണ്. -20 വരെ അദ്ദേഹം വണ്ടി ഓടിച്ച് എല്ലാ മീറ്റിങ്ങിലും വരും. വളരെ പ്രായമുള്ള വ്യക്തിയാണ് അദ്ദേഹം. കഴിഞ്ഞ ഒരു മാസമായിട്ട് അദ്ദേഹത്തിന് പല സർജറികളായിട്ട് ഹോസ്പിറ്റലായിരുന്നു. എല്ലാ മീറ്റിങ്ങിലും വരികയും വളരെ അറ്റൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അന്നേരം ഞങ്ങളെല്ലാവരും അദ്ദേഹത്തിനോട് പ്രാർത്ഥിക്കുകയായിരുന്നു. അന്നേരം ഇന്ന് അദ്ദേഹത്തിൻ്റെ സർജറി എല്ലാം കഴിഞ്ഞ് ആദ്യത്തെ ആഴ്ച തന്നെ ഇദ്ദേഹം വീണ്ടും ഇന്ന് മീറ്റിങ്ങിന് വന്നു. അന്നേരം അദ്ദേഹത്തിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഹോസ്പിറ്റലിലെ ഈ ഒരു മാസത്തെ ഈ സർജറിയുടെ പല സർജറിയിൽ കൂടി അദ്ദേഹം കടന്നു പോയപ്പോൾ ഞാൻ ചോദിക്കാതെ തന്നെ എൻ്റെ അടുത്ത് പറയുകയാണ്, എൻ്റെ അടുത്ത് ദൈവം സംസാരിച്ച വാക്യം 46 സങ്കീർത്തനം അതിൻ്റെ 10-ാമത്തെ വാക്യമായിരുന്നു, ബി സ്റ്റിൽ ആൻഡ് നോ ദാറ്റ് ഐ ആം ഗോഡ്. ഞാൻ എന്തിനാണ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഈ ഒരാഴ്ചക്കുള്ളിൽ 3 പേരിൽ കൂടി ദൈവം എൻ്റെ അടുത്ത് വർഷങ്ങൾക്ക് മുമ്പ് കുവൈറ്റിൽ വെച്ച് സംസാരിച്ച അതേ കാര്യം തന്നെ ചോദിക്കാതെ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു. നേരെ എൻ്റെ അടുത്ത് ദൈവം ഉറപ്പിക്കുകയായിരുന്നു. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു സത്യം. നമ്മുടെ ഇപ്പം കുവൈറ്റിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലയിടത്തും പല പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കും. ഈ എല്ലാ പ്രശ്നങ്ങളും നടന്നു ആ 40-ാം സംഘത്തിൻ്റെ കോൺടെക്സ്റ്റ് നിങ്ങൾ വായിച്ചാൽ മനസ്സിലാവും. എല്ലാ പ്രശ്നങ്ങളുടെയും മുമ്പിൽ നമുക്ക് മനസ്സിലാവേണ്ട ഒരു ഒറ്റ കാര്യമേ ഉള്ളൂ,
വി നീഡ് ടു ബി സ്റ്റിൽ ആൻഡ് നോ ദാറ്റ് ഹീ ഈസ് ഗോഡ് ഓർ ഹീ ഈസ് ഹെഡ്. യേശു ക്രിസ്തു നമ്മുടെ തലയായി തീരുമ്പോൾ ഇൻഡിവിജ്വലായിട്ട് നമ്മൾ ആ തലയ്ക്ക് മുമ്പിൽ നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ പ്ലാനുകളും പദ്ധതികളും എല്ലാം വിട്ടിട്ട് കർത്താവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി നമ്മൾ നിൽക്കുമ്പോൾ ദൈവം നമ്മളെ ഡയറക്റ്റ് ചെയ്യുകയും നമ്മുടെ എല്ലാ പ്രശ്നങ്ങളെയും ദൈവം പരിഹരിക്കുക. ഇല്ലെങ്കിൽ എല്ലാ പ്രശ്നത്തിൻ്റെ നടുക്ക് നമുക്ക് സ്റ്റില്ലായിട്ട് നിൽക്കാനായിട്ട് കഴിയും. ഞാൻ ഈ സബ്ജക്റ്റിൽ നിന്ന് കുറച്ച് മാറിയാണ് പറഞ്ഞത്. ഞാൻ ഇത് ഒരു ബൈബിൾ സ്റ്റഡിയിൽ ഇങ്ങനത്തെ ഡീറ്റെയിൽ ആയിട്ട് സൈഡ് മാറി പോകാറില്ലെങ്കിലും ഞാൻ ഇത് പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഇൻഡിവിജ്വലി ക്രിസ്തു നമ്മുടെ രക്ഷിക്കപ്പെടുന്നതിൽ കൂടി, വീണ്ടും ജനിക്കുന്നതിൽ കൂടി ക്രിസ്തു നമ്മുടെ തലയായി തീർന്നുവെന്നും നമ്മൾ ക്രിസ്തുവിൻ്റെ ശരീരമായി തീർന്നുവെന്നും യേശു ക്രിസ്തുവിനെ എങ്ങനെയാണ് എല്ലാ സാഹചര്യങ്ങളിലും ഫ്രട്ടാവാതെ, ഭയപ്പെടാതെ, പാനിക്കാവാതെ മുമ്പോട്ട് പോകാനായിട്ട് കഴിഞ്ഞത്? കാരണം പിതാവ് ക്രിസ്തുവിൻ്റെ തലയായിരുന്നു. കൊരിന്ത്യലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ തലപിതാവായിരുന്നു. അതേ പൊസിഷനിലേക്ക് നമ്മളെയും കൊണ്ടുവന്നിരിക്കുന്നു. നമ്മൾക്കും അതേ ആറ്റിറ്റ്യൂഡ് ഉണ്ടാകുമ്പോൾ, ഇതേ ആറ്റിറ്റ്യൂഡ് നമുക്കുണ്ടാവണമെന്നാണ് കണ്ടിന്യൂസ് ആയിട്ട് യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. എൻ്റെ രക്തം തിന്നുകയും ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ ജീവിക്കും, ഇല്ലെങ്കിൽ എൻ്റെ രക്തം കുടിക്കും. അന്നേരം ജീവനുള്ള പിതാവ് യേശു ക്രിസ്തുവിനെ അയച്ചു. യേശു ക്രിസ്തു പിതാവിൻ മൂലം ജീവിച്ചു എന്ന് പറഞ്ഞാൽ പിതാവിനെ തലയാക്കിക്കൊണ്ട് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചു. അതേപോലെ യേശു ക്രിസ്തുവിൻ്റെ രക്തം കുടിച്ച് പരിശുദ്ധാത്മാവിനെ പാനം ചെയ്ത് യേശു ക്രിസ്തുവിനെ തലയാക്കി വെക്കുന്ന ഒരു വ്യക്തിക്ക് യേശു ക്രിസ്തുവിനെ പോലെ ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയും. എല്ലാ സാഹചര്യങ്ങളിലും അങ്ങനെ മുമ്പോട്ട് പോകാനായിട്ട് കഴിയുമെന്നുള്ള പ്രിൻസിപ്പിളാണ് ദൈവം പഠിപ്പിക്കുന്നത്. ഞാൻ ഒരൊറ്റ വാക്യത്തിൽ നിന്നാണ് ഇതിലേക്ക് വന്നത്. ഞാൻ എന്ത് പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻഡിവിജ്വലി നാം യേശു ക്രിസ്തു എന്ന തലയുടെ അവയവം, ഇൻഡിവിജ്വലി നാം ആ ശരീരം തന്നെ ആയിത്തീരുകയാണ്. നമ്മൾ അവയവങ്ങളല്ല, നാം ഹോൾ ബോഡി ആയിത്തീരുകയാണ് വീണ്ടും ജനിക്കുന്നതിൽ കൂടി, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ പാനം ചെയ്യുന്നതിൽ കൂടി. അതാണ് കൊരിന്ത്യലേഖനം 12:12 ആദ്യം പൗലോസ് പറയുന്നത്. ഞാൻ അതൊന്ന് വിശദീകരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ പറഞ്ഞിരിക്കുകയാണ്, വി ഓൾ, നാം എല്ലാവരും അതേ ആത്മാവിനെ പാനം ചെയ്തിരിക്കും. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ കൊരിന്ത്യയിലുള്ളവരെല്ലാവരും അതേ ആത്മാവിനെ പാനം ചെയ്തവരാണ്. എന്നാൽ കൊരിന്ത്യയിലുള്ള എല്ലാ ആൾക്കാരും ഒരു ആത്മീയമായിട്ടുള്ള ഒരു ശരീരമായിട്ട് വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. അതുകൊണ്ടാണ് കൊരിന്ത്യലേഖനത്തിൽ ആദ്യത്തിൽ നിങ്ങൾ ജഡീകരാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അന്നേരം അതിനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഞാൻ പറഞ്ഞത് യേശു ക്രിസ്തു നമ്മുടെ തലയാണ് എങ്കിലും നമ്മൾ പല സാഹചര്യങ്ങളിലും ഭയപ്പെടാം, പല സാഹചര്യങ്ങളിലും നമ്മൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്, നമ്മൾ പല പെർപ്ലക്സ് ആവും. അതിനുള്ള കാരണമെന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ കർത്താവിനെ തലയാക്കി വെച്ചുകൊണ്ട് ഒരു ശരീരമായിട്ട് വർക്ക് ചെയ്യാത്തതുകൊണ്ടാണ്. അങ്ങനെ നമ്മൾ യഥാർത്ഥത്തിൽ കർത്താവിനെ തലയാക്കി വെക്കുകയാണെങ്കിൽ, നമ്മൾ സ്റ്റില്ലായിട്ട് ദൈവം നമ്മുടെ തലയാണെന്നുള്ള ഉറപ്പിൽ നിൽക്കുകയാണെങ്കിൽ, നമുക്ക് ക്രിസ്തുവിൻ്റെ ശരീരമായിട്ട് ഇൻഡിവിജ്വലായിട്ട് തന്നെ വർക്ക് ചെയ്യാനായിട്ട് കഴിയും. എന്നാൽ അത് മാത്രമല്ല സംഭവിക്കുന്നത്. നമ്മൾ ഇൻഡിവിജ്വലി ക്രിസ്തുവിൻ്റെ ശരീരമായി തീരുന്നത് യേശു ക്രിസ്തുവിൻ്റെ രക്തം കുടിക്കുന്നതിൽ കൂടി, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ പാനം ചെയ്യുന്നതിൽ കൂടിയാണ്. എന്നാൽ വേറൊരു കാര്യം അതേ സമയത്ത് തന്നെ നടക്കുന്ന ഒരു കാര്യമാണ്. അതാണ് മുകളിൽ പറഞ്ഞിരിക്കുന്നത്, ഫോർ ബൈ വൺ സ്പിരിറ്റ് വി ഓൾ ആർ ബാപ്റ്റൈസ്ഡ് ഇൻ ടു വൺ ബോഡി. അന്നേരം യേശുക്രിസ്തുവിൻ്റെ രക്തം നമ്മൾ കുടിക്കുന്നതിൽ കൂടി നമ്മൾ യേശുക്രിസ്തുവിൻ്റെ ശരീരമായി തീർന്നു. എന്നാൽ അതേ സമയം തന്നെ നമ്മളെ കർത്താവ് ഒരു ശരീരത്തോട് ചേർക്കുകയും ചെയ്തു. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നു വിചാരിക്കുന്നു. ഈ ബാപ്റ്റൈസ്ഡ് ഇൻ ടു വൺ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, നമ്മളെ അതിനോട് ചേർത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളെ അതിനോട് ബാപ്റ്റൈസ് ചെയ്ത് ചേർത്തു. അതാണ് മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത്, നാം ഏക ശരീരമാകുമാറും ഒരേ ആത്മാവിനാൽ സ്നാനമേറ്റു. അന്നേരം ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുള്ളൂ അല്ലേ? നമ്മൾ രക്തം കുടിക്കുന്നതിൽ കൂടി, നമ്മൾ കർത്താവിൻ്റെ പാനം ചെയ്യുന്നതിൽ കൂടി നമ്മൾ യേശുക്രിസ്തുവിൻ്റെ ശരീരമായി തീർന്നു. എന്നാൽ കർത്താവിൻ്റെ ആത്മാവിനാൽ നമ്മൾ സ്നാനമേറ്റ് നമ്മൾ ആ കോർപ്പറേറ്റ് ബോഡിയുടെ പാർട്ടായിത്തീരുന്നു. അവിടെ നമ്മൾ ഇൻഡിവിജ്വലായിട്ട് നമ്മൾ ശരീരമല്ല, നമ്മൾ ഇൻഡിവിജ്വലായിട്ട് ഒരു അവയവം മാത്രമാണ്, നമ്മളുടെ ബോഡി മെമ്പർ മാത്രമാണ്. അതാണ് 27-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, എന്നാൽ നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തർ വെവ്വേറെയായി അവയവങ്ങളുമാകുന്നു. ഇൻഡിവിജ്വലി ഞാൻ യേശു ക്രിസ്തുവിൻ്റെ ബോഡിയാണ്. എന്നാൽ കോർപ്പറേറ്റ് ബോഡിയിലേക്ക്, ദൈവസഭ എന്ന ലോക്കൽ സഭയിലേക്ക് വരുമ്പോൾ ഞാനൊരു അവയവം മാത്രമാണ്. അവിടെ ഞാൻ ചിലപ്പോൾ ഒരു കണ്ണ് മാത്രമായിരിക്കാം, ഞാൻ ചിലപ്പോൾ ഒരു കാല് മാത്രമായിരിക്കാം, ഞാൻ ചിലപ്പോൾ ഒരു ചെവി മാത്രമായിരിക്കാം, ഞാൻ ചിലപ്പോൾ ഇല്ലെങ്കിൽ പുറമേ കാണുന്ന ഒരു അവയവമായിരിക്കും, ഇതിൽ ഒരു ഇന്റേണൽ ഓർഗൻ ആയിരിക്കാം, പല പല അവയവങ്ങളായിരിക്കും. അതുകൊണ്ടാണ് അവിടെ അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, 14-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ശരീരം ഒരു അവയവമല്ല പലതത്രേ. എന്നിട്ട് 18-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, ദൈവമോ
തൻ്റെ ഇഷ്ടപ്രകാരം അവയവങ്ങളെ ശരീരത്തിൽ വെവ്വേറെയായി വെച്ചിരിക്കുന്നു. ഈ രണ്ടാമത്തെ പാർട്ട് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ കോർപ്പറേറ്റ് ബോഡിയിലേക്ക് വരുമ്പോൾ, കോർപ്പറേറ്റ് ബോഡി എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്ന ലോക്കൽ ചർച്ചിലേക്ക് വരുമ്പോൾ, നമ്മൾ നമ്മളല്ല ശരീരം, നമ്മൾ ഒരു അവയവം മാത്രമാണ്. നമ്മൾ പല അവയവങ്ങളിലെ ഒരു അവയവം മാത്രമാണ്. എന്നിട്ട് ഇങ്ങനെ നമ്മൾക്ക്, ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം, നമ്മുടെ ഇൻഡിവിജ്വലായിട്ടുള്ള ജീവിതത്തിൽ യേശുക്രിസ്തു നമ്മുടെ തലയായിട്ടിരുന്നുകൊണ്ട് നമ്മൾ കർത്താവിൻ്റെ ശരീരമായിട്ട് നമ്മൾ വർക്ക് ചെയ്യുകയും നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളെ ക്രിസ്തുവിൻ്റെ അവയവങ്ങളായിട്ട് നമ്മൾ സമർപ്പിക്കുകയും ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ ദൈവം ചെയ്യുന്നൊരു കാര്യമാണ്, ദൈവം നമ്മളെ ആ കോർപ്പറേറ്റ് ബോഡിയുടെ, ഇല്ലെങ്കിൽ ദൈവസഭ എന്ന ശരീരത്തിൻ്റെ ഒരു അവയവമായിട്ട് നമ്മളെ ഉപയോഗിക്കാനായിട്ട് തുടങ്ങും. ഇതേ ഓർഡറിലാണ് ബൈബിൾ വ്യക്തമായിട്ട് ഇത് പറഞ്ഞിരിക്കുന്നത്. ഇതേ കാര്യം തന്നെ ഈ കൊരിന്ത്യർ ലേഖനം 12-ാമത്തെ അധ്യായത്തിൽ പറയുന്ന അതേ കാര്യം റോമാലേഖനം 12-ാമത്തെ അധ്യായത്തിലും വായിക്കുന്നു. രണ്ടും 12-ാമത്തെ അധ്യായമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് എളുപ്പമാണ്. അന്നേരം റോമാലേഖനം 12-ാമത്തെ അധ്യായത്തിൻ്റെ, ഞാൻ ഈ റോമാലേഖനം വേഴ്സ് ബൈ വേഴ്സ് ആയിട്ട് എടുത്തപ്പോൾ ഇത് എടുത്തതാണ്. റോമാലേഖനം 12-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ റോമാലേഖനം 6-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന അതേ കാര്യം പൗലോസ് റിപ്പീറ്റ് ചെയ്യാണ്. അതായത് റോമാലേഖനം 12-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ ഇരിക്കുന്നത്, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായിട്ട് സമർപ്പിക്കുന്നതാണ്. അന്നേരം പറയാണ്, നിങ്ങളുടെ ശരീരങ്ങളെ, നിങ്ങളുടെ ഇൻഡിവിജ്വൽ ബോഡീസിനെ നിങ്ങൾ കർത്താവിൻ്റെ ബോഡിയായിട്ട്, കർത്താവിൻ്റെ അവയവങ്ങളായിട്ട് നിങ്ങൾ സമർപ്പിക്കൂ എന്ന് പറയാണ്. റോമാലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന അതേ കാര്യം തന്നെ. അങ്ങനെ സമർപ്പിക്കുമ്പോൾ നമുക്ക് എന്താണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്? അങ്ങനെ നമ്മൾ സമർപ്പിക്കുമ്പോൾ നമ്മൾക്ക് ദൈവത്തിൻ്റെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് തിരിച്ചറിയും. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവത്തിൻ്റെ ഹിതം എന്നുള്ളത് താഴേക്ക് വരുമ്പോൾ പറയാണ്, അത് നമ്മുടെ കോർപ്പറേറ്റ് ബോഡിയിലെ നമ്മുടെ ഫങ്ഷൻ നമ്മൾ തിരിച്ചറിയുകയാണ് ചെയ്യുന്നത്. ദൈവം എന്താണ് എനിക്ക് തന്ന ശുശ്രൂഷ എന്നുള്ളത്. അതുകൊണ്ടാണ് 4-ാമത്തെ വാക്യത്തിൽ വീണ്ടും കൊരിന്ത്യർ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് അതേ കാര്യം പറഞ്ഞിരിക്കുന്നത്, ഒരു ശരീരത്തിൽ നമുക്ക് പല അവയവങ്ങളുണ്ടല്ലോ, എല്ലാ അവയവങ്ങൾക്കും പ്രവൃത്തി ഒന്നുമില്ലതാനും, അതുപോലെ പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളുമാകും. ഇത് ഞാൻ പറയുന്നത് മനസ്സിലാക്കണം. നമ്മളുടെ ജീവിതത്തിൽ സാങ്ക്ടിഫിക്കേഷൻ, ഞാൻ പറഞ്ഞിരിക്കുന്നത് ലോ ബേസ്ഡ് സാങ്ക്ടിഫിക്കേഷൻ അല്ല, നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ചിന്തിച്ചതുപോലുള്ള ഗ്രേസിൻ്റെ അടിസ്ഥാനത്തിലുള്ള ആ സാങ്ക്ടിഫിക്കേഷൻ നമ്മളുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടേയിരിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ കോർപ്പറേറ്റ് ബോഡിയുടെ അവയവങ്ങളായിട്ട് ഫങ്ഷൻ ചെയ്യാനായിട്ട് പോവുകയാണ്. അങ്ങനെ കോർപ്പറേറ്റ് ബോഡിയുടെ അവയവങ്ങളായിട്ട് ഫങ്ഷൻ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഓരോരുത്തർക്കും, ഞാൻ ഇനി പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം, നമുക്ക് ഓരോരുത്തർക്കും ദൈവം ഓരോ വരങ്ങളും ഓരോ ശുശ്രൂഷകളും തന്നിട്ടുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയും. ഇതാണ് ദൈവം ഒരു ദൈവസഭയിലെ എല്ലാ വ്യക്തികളെക്കുറിച്ചും ആഗ്രഹിക്കുന്നത്. ഒരു ദൈവസഭയിലെ, ഞാൻ പറഞ്ഞിരിക്കുന്ന യഥാർത്ഥ ദൈവത്തിൻ്റെ ശരീരമായിട്ട് പണിയപ്പെടുന്ന ദൈവസഭകൾ, അത് പഠിപ്പിക്കുന്ന ദൈവസഭകളിൽ ദൈവത്തിൻ്റെ ആഗ്രഹം ഓരോ വ്യക്തികളും ഇൻഡിവിജ്വലായിട്ട്, ഓരോ വ്യക്തികളും ദൈവത്തിൻ്റെ നമ്മളെപ്പറ്റിയുള്ള നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം എന്നതാണെന്ന് തിരിച്ചറിയണം. അവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇൻഡിവിജ്വലായിട്ട് ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും ജോലി ലഭിക്കുമെന്നോ, ഇന്ന അടുത്ത് പോകുന്നോ, അങ്ങനത്തെ കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആണ്. പക്ഷേ ഈ കോണ്ടെക്സ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ ദൈവസഭയിലെ നമ്മുടെ ഫംഗ്ഷൻ തിരിച്ചറിയുക എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം. കാരണം അതിന് തൊട്ട് താഴെയായിട്ടുള്ള വാക്കുകൾ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ദൈവത്തിന് നമ്മളെക്കുറിച്ച്, ഓരോരുത്തരെക്കുറിച്ചുള്ള ആഗ്രഹം, നമുക്ക് ദൈവത്തിൻ്റെ സഭയിലുള്ള നമ്മുടെ ഫങ്ഷൻ തിരിച്ചറിയാനായിട്ട് കഴിയും, നമ്മുടെ ശുശ്രൂഷ തിരിച്ചറിയാനായിട്ട് കഴിയണം. കാരണം നമ്മൾ ഓരോരുത്തർക്കും ദൈവം ഓരോ ശുശ്രൂഷ വന്നിട്ടുണ്ട്. അതാണ് കൊരിന്ത്യർ ലേഖനത്തിലേക്ക് ഒരു 12-ാമത്തെ അധ്യായത്തിൽ പൗലോസ് പൊതുവായിട്ട് പറയുന്ന കാര്യം. 12-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ആത്മീയ വരങ്ങളെ പറ്റിയാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. ആത്മീയ വരങ്ങളെപ്പറ്റി പറഞ്ഞതിന് ശേഷം, അതിൻ്റെ എല്ലാ വാക്യങ്ങളും എനിക്ക് വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, ഞാൻ താഴോട്ട് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഒരേ ആത്മാവ് ഒരു ശരീരത്തിൽ പല പല ശുശ്രൂഷകൾ കൊടുക്കുന്നു, ഇല്ലെങ്കിൽ പല പല വരങ്ങൾ കൊടുക്കുന്നു. എന്തിനാണ്? അത് സഭയുടെ പൊതുപ്രയോജനത്തിന് വേണ്ടിയിട്ടാണ്. അത് ഇൻഡിവിജ്വലായിട്ടുള്ള പ്രയോജനത്തിന് വേണ്ടിയിട്ടല്ല, അത് പൊതുപ്രയോജനത്തിന് വേണ്ടിയിട്ടാണ്. അതാണ് പറഞ്ഞിരിക്കുന്നത് 7-ാമത്തെ വാക്യം മുതൽ. എന്നാൽ ഓരോരുത്തന് ആത്മാവിൻ്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനായിട്ട് നൽകപ്പെടുന്നു. 1 കൊരിന്ത്യർ 12:7 മുതലാണ് ഞാൻ വായിക്കുന്നത്. ഒരുത്തിന് ആത്മാവിനാൽ ജ്ഞാനത്തിൻ്റെ വചനവും മറ്റൊരുത്തിന് അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിൻ്റെ വചനവും നൽകപ്പെടുന്നു.
വേറൊരുത്തിന് അതേ ആത്മാവിനാൽ വിശ്വാസം, മറ്റൊരുത്തിന് അതേ ആത്മാവിനാൽ രോഗശാന്തിയുടെ വരം, മറ്റൊരുവിന് വീര്യ പ്രവൃത്തികൾ, മറ്റൊരുവിന് പ്രവചനം, മറ്റൊരുവിന് ആത്മാക്കളുടെ വിവേചനം, മറ്റൊരുവിന് പലവിധ ഭാഷകൾ, ഒരുവന് ഭാഷകളുടെ വ്യാഖ്യാനം. ഇതെല്ലാം പ്രവർത്തിക്കുന്നത് താൻ ഇച്ഛിക്കുന്ന പോലെ അവനവന് അതത് വരം പുറത്തു കൊടുക്കുന്ന ഒരേ ആത്മാവ് തന്നെ. അന്നേരം ഒരു സഭയിലെ ഇതേ കാര്യം തന്നെ കൊരിന്തിലെ റോമാലേഖനത്തിലേക്ക് വരുമ്പോഴേക്കും പൗലോസ് വീണ്ടും പറയുന്നുണ്ട്. അതിൻ്റെ റോമാലേഖനം 12-ന്റെ 5-ാമത്തെ വാക്യം, അതുപോലെ പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളുമാകുന്നു പറഞ്ഞിട്ട് പറയാണ്, ആകയാൽ നമുക്ക് ലഭിച്ച കൃപയ്ക്കൊത്തോണം വെവ്വേറെ വരമുള്ളത് കൊണ്ട് പ്രവചനമെങ്കിൽ വിശ്വാസത്തിൽ, ശുശ്രൂഷയെങ്കിൽ ശുശ്രൂഷ, ഉപദേശിക്കുന്നതിന് ഉപദേശത്തിൽ, പ്രബോധിക്കുന്നതിന് പ്രബോധത്തിൽ, ദാനം ചെയ്യുന്നതിന് ഏകാഗ്രതയോടെ, ഭരിക്കുന്നതിന് ഉത്സാഹത്തോടെ, കരുണ ചെയ്യുന്നതിന് പ്രസന്നതയോടെ. എന്നിട്ട് ഇങ്ങനെ ലിസ്റ്റുകൾ പറയാണ്. ചിലത് വരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അത് പ്രകടമായിട്ടുള്ള വരങ്ങളാണ്. ചിലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പ്രകടമായിട്ടുള്ള വരങ്ങൾ, ദാനം ചെയ്യാനുള്ള വരം, കരുണ കാണിക്കാനുള്ള വരം, പരിപാലനത്തിന് വരം. അന്നേരം ഡിഫറൻറ്റ്. അന്നേരം ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഒരു ബോഡിയുടെ ഫംഗ്ഷൻ. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞിരുന്നു, പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ഈ പൗരോഹിത്യ സഭകൾക്ക് മാത്രമേ ഉള്ളൂ, പെന്തക്കോസ് വേർപെട്ട സഭകൾക്ക് പൗരോഹിത്യം എന്നുള്ളതാണ്. ഞാനതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, ഈ രീതിയിൽ ഒരു ബോഡി ഫങ്ഷൻ ചെയ്യുന്ന ഒരു എസ്റ്റാബ്ലിഷ്ഡ് സഭകളും ഇന്നില്ല. കാത്തലിക് മുതൽ പെന്തക്കോസ്റ്റ് വരെ ഈ രീതിയിലല്ല പ്രവർത്തിക്കുന്നത്. കാരണം ഇങ്ങനെ ഓരോരുത്തർക്ക് ശുശ്രൂഷയുണ്ടെന്നും ഓരോരുത്തരും അന്യോന്യം ശുശ്രൂഷിക്കണമെന്നുള്ളതൊരു ബോധ്യവുമില്ലാതെ അതിന് പകരം ഒരു വ്യക്തി ഈ ശുശ്രൂഷകളെല്ലാം കവർന്നു കൊടുത്തുകൊണ്ട് മറ്റുള്ളവരുടെ അടുത്ത് ശുശ്രൂഷിക്കുകയും മറ്റുള്ളവർ ആ ശുശ്രൂഷ അനുഭവിക്കുകയും ചെയ്യാണ് മിക്ക സഭകളിൽ നടക്കുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. അന്നേരം എന്താണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്? പൗലോസ് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും വെവ്വേറെ വരങ്ങൾ ദൈവം കൊടുത്തിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഇതെല്ലാം അന്യോന്യം ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം കൊടുത്തിരിക്കുന്നത്. അന്നേരം ഇവിടെ കൊരിന്ത്യലേഖനത്തിൽ പറഞ്ഞിരിക്കുകയാണ്, കൊരിന്ത്യലേഖനത്തിൽ റോമാലേഖനത്തിൽ പറഞ്ഞിരിക്കുകയാണ്, വെവ്വേറെ വരങ്ങൾ ഓരോരുത്തർക്ക് ഒരു സഭയിലുള്ള. കാരണം ഒരു ശരീരത്തിൽ ഒരു അവയവത്തിന് പോലും ഫംഗ്ഷൻ ഇല്ലാത്തതില്ലല്ലേ? നമ്മുടെ ബോഡിയിലുള്ള ഒരു അവയവത്തിന് പോലും ഫംഗ്ഷൻ ഇല്ലാത്തതില്ല. എല്ലാ അവയവങ്ങൾക്കും ഫംഗ്ഷൻ ഉണ്ട്. പക്ഷേ ആ ഫംഗ്ഷൻ മനസ്സിലാകണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഇൻഡിവിജ്വലായിട്ട് നമ്മൾ ദൈവത്തിന് അവൈലബിൾ ആയിട്ടിരിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്ക് ആ ഫംഗ്ഷൻ എന്താണെന്ന് മനസ്സിലാക്കുകയും നമ്മൾക്ക് ദൈവസഭയിൽ ശുശ്രൂഷ ചെയ്യാനായിട്ട് കഴിയും. അടുത്തായിട്ട് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫംഗ്ഷൻ ഉണ്ട് എന്ന് മാത്രമല്ല, ഇത് ശുശ്രൂഷിക്കുന്നത് അന്യോന്യമാണ് എന്ന് ദൈവവചനത്തിൽ ഉടനീളം പറഞ്ഞിരിക്കുന്നത്. അന്യോന്യം ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഞാൻ ഈ അന്യോന്യം എന്നുള്ള വാക്യങ്ങൾ മാത്രം ഞാൻ പെട്ടെന്ന് വായിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അനേക വാക്യങ്ങൾ, ഒരു 100-ൽ കൂടുതൽ പുതിയ നിയമത്തിൽ അന്യോന്യം ശുശ്രൂഷിക്കുക, അന്യോന്യം കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് പറയുന്നുണ്ട്. ഞാനെന്താണ് ഇത് എടുത്തു പറയുന്നത്? നമ്മളിന്ന് കാണുന്ന അങ്ങനെയല്ല. നമ്മളിന്ന് കാണുന്ന എല്ലാ കാര്യങ്ങളും ഒരാൾ ശുശ്രൂഷിക്കുകയും ബാക്കിയുള്ള ഒരു ശുശ്രൂഷ അനുഭവിക്കുകയും ചെയ്യുകയാണ്. ഇങ്ങനെ ഒരു ഡിവിഷൻ ദൈവസഭയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അത് ദൈവവചനപ്രകാരമുള്ളതല്ല. എന്ന് പറഞ്ഞാൽ ഒരു പൗരോഹിതനും ബാക്കിയുള്ളവർ എന്താണ് പറഞ്ഞിരിക്കുന്നത്, കാഴ്ചക്കാരുമായിട്ട്. ഈ ബാക്കിയുള്ളവർക്കുള്ള ശുശ്രൂഷ, ആകെപ്പാടുള്ള ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ദൈവസഭ വരിക, പാട്ട് പാടുക, സ്വോത്രകാഴ്ച എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഈ സ്വോത്രകാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവവചനത്തിൽ എങ്ങും ഇല്ലാത്തൊരു ശുശ്രൂഷയാണ്. അത് വേറൊരു കാര്യം, ഞാൻ അതിലേക്ക് പോകുന്നില്ല. എന്നാലും ഞാനെന്താണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ശുശ്രൂഷകളോടെല്ലാം ദൈവസഭയിലുള്ള വ്യക്തികൾ അന്യോന്യം ചെയ്യേണ്ടതാണ്. അന്യോന്യം എന്നുള്ള വാക്യങ്ങൾ മാത്രം ഞാൻ എടുക്കുകയാണ്. ഒന്നാമത് ബൈബിൾ പറയുകയാണ്, അന്യോന്യം സ്നേഹിക്കൂ എന്ന് പറയുന്നുണ്ട്. ഒന്നാമത് ലവ് വൺ അനദർ. വാക്യങ്ങൾ പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോകണം. നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നീട് ഞാനിത് സ്റ്റഡി നോട്ട്സ് ആയിട്ട് ഇടുമ്പോൾ നിങ്ങൾക്ക് എടുത്ത് വായിക്കാവുന്നതാണ്. യോഹന്നാന്റെ സുവിശേഷം 13:34-35, യോഹന്നാൻ 15:12, റോമാലേഖനം 13:8, 1 പത്രോസ് 1:12, യോഹന്നാൻ 4:17. ഇതിലെല്ലാം പറഞ്ഞിരിക്കുന്നത് ലവ് വൺ അനദർ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് സെർവ് വൺ അനദർ, ശുശ്രൂഷിക്കുക. ശുശ്രൂഷ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തി ശുശ്രൂഷിക്കുകയും ബാക്കിയുള്ളവരെല്ലാം ശുശ്രൂഷ അനുഭവിക്കുക എന്നുള്ളത് ബൈബിളിലെ ഉപദേശമല്ല. ഗലാത്യലേഖനം 5:13 പറഞ്ഞിരിക്കുകയാണ്, ത്രൂ ലവ് സെർവ് വൺ അനദർ, അന്യോന്യം ശുശ്രൂഷിപ്പിൻ. 1 പത്രോസ് 4:10 പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾക്ക് വിവിധ കൃപാവരങ്ങൾ ലഭിച്ചിരിക്കുന്നത് പോലെ അന്യോന്യം ശുശ്രൂഷിക്കാൻ, ആസ് ഈച്ച് അതർ ഹാസ് റിസീവ്ഡ് ഗിഫ്റ്റ്. ഈ കൊരിന്ത്യലേഖനം 1 കൊരിന്ത്യർ 12:7 പറഞ്ഞിരിക്കുന്നു, ഓരോരുത്തർക്ക് വിവിധ വരങ്ങൾ ലഭിച്ചതുപോലെ മിനിസ്റ്റർ ഇറ്റ് ടു വൺ അനദർ, അന്യോന്യം ശുശ്രൂഷിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ പാസ്റ്റർ ശുശ്രൂഷിക്കുകയും വിശ്വാസികൾ എല്ലാവരും ശുശ്രൂഷ അനുഭവിക്കുക എന്നുള്ളത് പുതിയ നിയമത്തിലെ ഒരു ക്രമമല്ല. അത് പഴയ നിയമ പൗരോഹിത്യത്തിൻ്റെ ഭാഗമാണ്. നമ്മളിതിൻ്റെ പേര് മാറ്റിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇല്ലെങ്കിൽ എൽഡർ ശുശ്രൂഷിക്കുക, ഈ പേരൊക്കെ മാറ്റിയിട്ട് മാത്രം കാര്യമില്ല. ഇതിൻ്റെ പ്രിൻസിപ്പിൾ ഫംഗ്ഷൻ ചെയ്യുന്നില്ലെങ്കിൽ അതൊരു പഴയ നിയമ ദൈവസഭയാണ്, പുതിയ നിയമ ദൈവസഭയല്ല. മൂന്നാമത്, എൻകറേജ് ആൻഡ് ബിൽഡപ്പ് വൺ അനദർ.
അന്യോന്യം ശുശ്രൂഷിക്കുക, അന്യോന്യം ബിൽഡപ്പ് ചെയ്യുകയും ചെയ്യുക. തെസ്സലോനിക്കർ 5:11 പറയുകയാണ്, കംഫോർട്ട് ഈച്ച് അതർ ആൻഡ് എഡിഫൈ വൺ അനദർ. എബ്രായ ലേഖനം 10:24-5 പറഞ്ഞിരിക്കുകയാണ്, കൺസിഡർ ഈച്ച് അതർ ടു സ്റ്റെയർ അപ്പ് ലവ് ആൻഡ് ഗുഡ് വർക്ക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻകറേജ് ചെയ്യുക, ബിൽഡപ്പ് വൺ അനദർ എന്ന് പറഞ്ഞിരിക്കുകയാണ്. നാലാമത്, ടീച്ച് ആൻഡ് അഡ്മോണിഷ് വൺ അനദർ. കൊലോസ്യ ലേഖനം 3:16, റോമർ 15:14, അന്യോന്യം ഉപദേശിക്കുകയും അന്യോന്യം പ്രബോധിപ്പിക്കുകയും ചെയ്യുക. ഗലാത്യ ലേഖനം 6:2 പറയാണ്, അന്യോന്യം ഭാരങ്ങൾ ചുമക്കുക. യാക്കോബ് ലേഖനം 5:16 പറയാണ്, അന്യോന്യം പ്രാർത്ഥിക്കുക. പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കാനായിട്ട് എന്താണ് വിശ്വാസികൾ പാസ്റ്ററുടെ അടുത്ത് പറയും, പാസ്റ്റർ വിശ്വാസികളുടെയും ദൈവത്തിന് നടുക്ക് എന്നൊരു മഹാപുരോഹിത ശുശ്രൂഷ പ്രാർത്ഥിക്കുകയും ചെയ്യാണ്. പാസ്റ്റർക്ക് വിശ്വാസികളുടെ അടുത്ത് പ്രാർത്ഥിക്കാൻ പറയാൻ പോലും പേടിയാണ്. എൻ്റെ അടുത്ത് ഒരിക്കൽ ഒരു ദൈവദാസൻ പറഞ്ഞാൽ അത് പറയാൻ പേടിയാണ്. കാരണം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ വിശ്വാസികൾ ചോദിക്കും, കുറുന്തോട്ടിക്കും വാദമാണോ എന്ന് ചോദിക്കും. അദ്ദേഹം പറഞ്ഞാണ്, എന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ്റ്റർ വിശ്വാസികൾക്ക് പ്രാർത്ഥിക്കാൻ പറയാൻ പാടില്ല, പാസ്റ്റർ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആളാണ്. ഇതൊന്നും ബൈബിളിൽ പറയുന്ന കാര്യമില്ല, ഞാൻ ജസ്റ്റ് വാക്യങ്ങൾ പറഞ്ഞു പോകുന്നത് മാത്രമേ ഉള്ളൂ. അന്നേരം പാപങ്ങൾ അന്യോന്യം ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കുക. കത്തോലിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഭയിൽ പുരോഹിതനാണ് പുരോഹിതൻ്റെ അടുത്താണ് പാപങ്ങൾ ഏറ്റുകൊണ്ട്. പെന്തക്കോസ്ത് സഭയിൽ ഏകദേശം അതുപോലെ തന്നെയാണ്. അന്യോന്യമുള്ള ഏറ്റുപറയുക. അന്യോന്യം എന്ന് പറഞ്ഞാൽ അന്യോന്യം എല്ലാ പാപങ്ങളും ഏറ്റുപറയണമെന്നല്ല, അന്യോന്യം ചെയ്യുന്ന പാപങ്ങൾ, തെറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അന്യോന്യം ഏറ്റുപറയണമെന്നാണ് യാക്കോബ് അതിൻ്റെ 5:14 പറഞ്ഞിരിക്കുന്നത്. അന്യോന്യം ഫൊർഗീവ് ചെയ്യുക, അന്യോന്യം കീഴ്പ്പെടുക. എഫ്.എസ്. ലേഖനം 4:32, കൊലോസ്യ ലേഖനം 3:13, എഫ്.എസ്. ലേഖനം 5:22. അന്യോന്യം അതിഥിസൽക്കാരം ചെയ്യുക. 1 പത്രോസ് 4:19. കമ്പാഷനേറ്റ് ടു വൺ അനദർ ആൻഡ് ബി കൈൻഡ് ടു വൺ അനദർ, ബി ഹംബിൾ ടുവേർഡ് വൺ അനദർ. അന്യോന്യം ജഡ്ജ് ചെയ്യരുത്. അനേക വാക്യങ്ങൾ. അന്യോന്യം ഈവിൾ സംസാരിക്കരുത്. അനേക വാക്യങ്ങൾ. എല്ലാ വാക്യങ്ങളും എടുക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. 100-ലധികം വാക്യങ്ങളിൽ കൂടി എല്ലാ കാര്യങ്ങളും ദൈവസഭയിൽ അന്യോന്യമാണ് ചെയ്യേണ്ടത് പറഞ്ഞിരിക്കുന്നത്. ഞാൻ എന്താണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് ഒരു ബോഡിയുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. എല്ലാ ശുശ്രൂഷകളും അന്യോന്യം ചെയ്യേണ്ടതാണ്. കാരണം ഓരോരുത്തർക്കും ദൈവം വിവിധ കൃപാവരങ്ങൾ നൽകിയിരിക്കുന്നു. എന്നാൽ കൊരിന്ത്യർ ലേഖനം 12-ാമത്തെ അധ്യായത്തിൽ പൗലോസ് ഇതിന്റെ പ്രിൻസിപ്പിൾ ലേ ഡൗൺ ചെയ്യാണ്. ഇങ്ങനെയാണ് ദൈവം ഒരു ദൈവസഭയിൽ ആഗ്രഹിക്കുന്നുള്ളത്. ആ ദൈവസഭയുടെ എല്ലാ ഫംഗ്ഷനുകളിലും എല്ലാവരും അന്യോന്യം ഇതെല്ലാം ചെയ്യേണ്ടതാണ്. കാരണം ഓരോരുത്തർക്കും ദൈവം വിവിധ തരത്തിലുള്ള കൃപാവരങ്ങളും വിവിധ തരത്തിലുള്ള ശുശ്രൂഷകളും തന്നിരിക്കുന്നു. വിവിധ അവയവങ്ങളായിട്ട് ഒരു ശരീരത്തിൽ ഓരോരുത്തരെയും ദൈവം പ്ലാൻ ചെയ്തിരിക്കുന്നു. ഇത് നടക്കാതെ പോകുന്നതിൻ്റെ കാര്യം ഇന്ന് വൺ മാൻ മിനിസ്ട്രി എന്ന് പറയുന്ന ഒരു കാര്യം ദൈവസഭകളിലുള്ളതാണ്. ഒരു വ്യക്തി ഒരു സഭയുടെ പാസ്റ്ററായിട്ടിരിക്കുകയും ബാക്കിയുള്ളവരെല്ലാം വിശ്വാസികളായിട്ട് നിൽക്കുന്ന ഒരു സഭയിലും ഈ ഒരു കാര്യം പ്രാക്ടീസ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്, ദൈവസഭയിൽ ദൈവം സിംഗിൾ പാസ്റ്റർ സിസ്റ്റം വെച്ചിട്ടില്ല, എൽഡേഴ്സിനെയാണ് വെച്ചിരിക്കുന്നത്. അത് ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ സമയമുണ്ടെങ്കിൽ വിശദീകരിക്കാം. അന്നേരം 12-ാമത്തെ അധ്യായത്തിൽ ഇതിൻ്റെ ഒരു പ്രിൻസിപ്പിളും എങ്ങനെയാണ് ദൈവം ഇതിനെ പ്ലാൻ ചെയ്തിരിക്കുന്നതും പറഞ്ഞിരിക്കുകയാണ്. 13-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇത് വർക്ക് ചെയ്യുന്നത് പ്രിൻസിപ്പിൾ സ്നേഹത്തിലായിരിക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. 14-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവസഭയുടെ കൂടിവരവുകളിൽ ഈ രീതിയിൽ അന്യോന്യം ഇവർ ശുശ്രൂഷിക്കണമെന്നതിൻ്റെ ഓർഡർ പറയുകയാണ്. ഞാൻ പറയുന്നത് മനസ്സിലാക്കണം. 14-ാമത്തെ അധ്യായത്തിൽ ആദ്യത്തെ ഭാഗത്ത് ഒരു ഡിസോർഡർ എന്താണെന്നുള്ളത് പറയാണ്. അതാണ് അതിൻ്റെ 14-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ ആ ഡിസോർഡറിനെ പൗലോസ് കറക്റ്റ് ചെയ്യാണ്. 26-ാമത്തെ വാക്യം മുതൽ അതിൻ്റെ ഓർഡർ പറയുകയാണ്. എന്നിട്ട് ഞാൻ എന്താണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഈ രീതിയിലുള്ള ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യുകയും ഈ രീതിയിൽ ഓരോ അവയവങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ദൈവസഭയിൽ, ആ ദൈവസഭയുടെ കൂടിവരവുകളിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത് ജനറലായിട്ടുള്ള കാര്യങ്ങളല്ല. ജനറലായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇതുവരെ പറഞ്ഞത് മുഴുവൻ. പല കാര്യങ്ങളും, അന്യോന്യം ശുശ്രൂഷിക്കുക, അന്യോന്യം സ്നേഹിക്കുക, അന്യോന്യം ഭാരങ്ങളെ ചുമക്കുക, അന്യോന്യം ഹോസ്പിറ്റാലിറ്റി, ഇതെല്ലാം ജനറൽ കാര്യങ്ങളാണ്. എന്നാൽ അങ്ങനെ നെറ്റ് കട്ടായിരുന്നു ഒരു മിനിറ്റ്. ആണോ? എന്റെ മാത്രം പ്രശ്നമാണ്. നെറ്റ് കട്ടായിരുന്നു ഒരു മിനിറ്റ്. ഡിസോർഡർ എന്ന് പറഞ്ഞ വാക്ക് കഴിഞ്ഞ പിന്നെ നെറ്റ് കട്ടായിരുന്നു. ഓക്കെ, എല്ലാവർക്കും കട്ടായോ അതോ ബ്രദറിന് മാത്രമേ ഉള്ളൂ? ഒന്ന് പറയാം, വേറെ ആരും റെസ്പോണ്ട് ചെയ്യാം? ഇല്ല, അപ്പൊ അത് എന്റെ മാത്രം പ്രശ്നമായിരിക്കും. സോറി. നോ പ്രോബ്ലം. എനിക്കൊന്നും അവിടുത്തെ മാത്രം കണക്ഷൻ പ്രോബ്ലം. ഓക്കെ, ഞാനത് വേണമെങ്കിൽ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. കൊരിന്ത്യർ ലേഖനം 14-ാമത്തെ അധ്യായത്തിൽ പൗലോസ് 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. 14-ാമത്തെ അധ്യായം സ്പെസിഫിക്കലി സഭയുടെ കൂടിവരവിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്, ജനറലി ഉള്ള അന്യോന്യമുള്ള ശുശ്രൂഷയുടെ കാര്യമല്ല.
സഭയുടെ കരുകളിൽ ഒരു ഡിസോർഡർ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ആ ഡിസോർഡറിനെ കറക്റ്റ് ചെയ്തിട്ട് ഓർഡർ എങ്ങനെയാണെന്നുള്ളത് പറയണം. ഞാൻ എന്താണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഓരോ വ്യക്തികൾ കർത്താവിലെ തലയായിട്ട് കർത്താവിൻ്റെ ശരീരമായിട്ട് ഫങ്ഷൻ ചെയ്യുന്ന ഓരോ വ്യക്തികൾ അവരുടെ ശുശ്രൂഷകൾ മനസ്സിലാക്കി പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിൽ നടക്കപ്പെടുന്ന അങ്ങനെയുള്ള വ്യക്തികൾ കൂടി വരുന്ന ഒരു ദൈവസഭയിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിൽ കൂടി അവിടെ ഒരു ഓർഡേർഡ് ആയിട്ടുള്ളൊരു ആരാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂടിവരവെങ്കിൽ ആ ശുശ്രൂഷകൾ നടക്കും. ആ പരിശുദ്ധാത്മാവിൻ്റെ യഥാർത്ഥത്തിലുള്ള നടത്തിപ്പ് അവിടെ ഉണ്ടായില്ലെങ്കിൽ അവിടെ ഒരു ഡിസോർഡർ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ആ ഡിസോർഡറാണ് 14-ാമത്തെ അധ്യായത്തിൻ്റെ ആദ്യത്തെ ഭാഗത്ത് പറഞ്ഞിട്ട് ഓർഡറാണ് 26-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആ ഡിസോർഡർ ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ആ ഡിസോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗലോസ് പറഞ്ഞിരിക്കുകയാണ്, എല്ലാവരും കൂടെ ഒരേ ശുശ്രൂഷ എല്ലാവരും കൂടെ ചെയ്യുകയാണെങ്കിൽ അതൊരു ഡിസോർഡറാണ്, അല്ലേ? നമ്മളൊരു ചിന്തിച്ച് കഴിഞ്ഞാൽ ഞാൻ വ്യക്തിപരമായിട്ട് ദൈവത്തിൻ്റെ ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. നമ്മൾ റോമാലേഖന 6-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു. അല്ലെങ്കിൽ വേറൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, എന്നെ ദൈവസഭയിൽ ഒരു വയലിനായിട്ട് വെച്ചേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം എന്നെ ഒരു ഇൻസ്ട്രുമെൻ്റ് പോലെ യൂസ് ചെയ്യുകയാണ്. എന്നിൽ കൂടി ദൈവത്തിൻ്റെ മ്യൂസിക് പുറത്തേക്ക് വരുന്നു. ഇൻഡിവിജ്വലി ഒരാൾക്കൊരു വയലിൻ വായിക്കുമ്പോൾ അതിൽ നിന്നൊരു മ്യൂസിക് പുറത്തു വരും, അല്ലേ? എന്നാൽ ആ വയലിൻ ഒരു സിംഫണിയുടെ പാട്ടാകുമ്പോൾ, ഒരു ഓർക്കസ്ട്രയുടെ പാട്ടാകുമ്പോൾ ആ വയലിൻ ബാക്കിയുള്ള ഇൻസ്ട്രുമെൻ്റ് കൂടെ ചേർത്തിട്ടാണ് വർക്ക് ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ അതൊരു ഡിസോർഡർ ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്, അല്ലേ? അന്നേരം ഒരു ഓർക്കസ്ട്ര നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓർക്കസ്ട്രയുടെ ഒരു കണ്ടക്ടർ കൈ കാണിക്കുന്നത് പോലെ ഓരോ ഇൻസ്ട്രുമെൻറ്റും വർക്ക് ചെയ്യും. അതിൻ്റെ കറക്റ്റ് ടൈമിങ്ങിലാണ് അത് വർക്ക് ചെയ്യുന്നത്. അന്നേരം ആ കറക്റ്റ് ടൈമിങ്ങിൽ വർക്ക് ചെയ്യാതെ കുറച്ച് ഓർഗൻസും കുറച്ച് വയലിനും മാത്രമായിട്ട് വായിച്ചു കഴിഞ്ഞാൽ അതൊരു ഡിസോർഡർ ആവും. ഇതാണ് കൊരിന്ത്യലേഖനം 14-ാമത്തെ അധ്യായത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. എല്ലാ അവയവങ്ങളും കൂടെ ഒരു ശുശ്രൂഷ ചെയ്യുകയാണെങ്കിൽ അതൊരു ഡിസോർഡറാണ്. ദൈവസഭയിലേക്ക് വരുമ്പോൾ എല്ലാ അവയവങ്ങളും കൂടെ അന്യഭാഷ പറയുകയാണെങ്കിൽ അതൊരു കൺഫ്യൂഷനാണ് ഉണ്ടാക്കുന്നത്. എന്നാൽ പലപ്പോഴും പലരും ചിന്തിക്കുന്നു പറഞ്ഞാൽ അതൊരു പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിന് തെളിവാണെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെയല്ല. പരിശുദ്ധാത്മാവിൽ കൂടി ആയിരിക്കും അന്യഭാഷ ആ വ്യക്തി സംസാരിക്കുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവിന് നിയന്ത്രണത്തിലല്ലെങ്കിൽ അവിടെ ഒരു ഡിസോർഡർ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അന്നേരം ആ കോർപ്പറേറ്റ് ബോഡി കൂടി വരുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ഓരോ വ്യക്തികളും അവരവരുടെ ശുശ്രൂഷ ചെയ്യുമ്പോൾ അത് യഥാർത്ഥത്തിൽ ഒരു ഓർക്കസ്ട്ര പ്ലേ ചെയ്യുന്നത് പോലെയുള്ള ഒരു മ്യൂസിക് ആയിരിക്കും അവിടെ ഉണ്ടാക്കുന്നത്. അതാണ് 26-ാമത്തെ വാക്യം മുതൽ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. ആകയാൽ സഹോദരന്മാരെ, നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തരും സങ്കീർത്തനമുണ്ട്, ഉപദേശമുണ്ട്, അന്യഭാഷയുണ്ട്, വ്യാഖ്യാനമുണ്ട്, സകലവും ആത്മീയ വർധനയ്ക്കായിട്ട് ഉപയോഗിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് താഴേക്ക് പറയുമ്പോൾ പറയാണ്, ദൈവം കലക്കത്തിൻ്റെ ദൈവമല്ല, സമാധാനത്തിൻ്റെ ദൈവമത്രേ. ദൈവസഭയിൽ ഒരു ഓർഡർ ഉണ്ട്. എല്ലാം അതിൻ്റെ കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. 30-ാമത്തെ വാക്യം, ബട്ട് ഓൾ തിങ്സ് ബി ഡൺ പ്രോപ്പർലി ആൻഡ് ഇൻ ആൻ ഓർഡർലി മാനർ. ഞാൻ എന്തോ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ, യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ദൈവസഭകൾ ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇതെല്ലാം ഒരു ഐഡിയൽ പൊസിഷൻ. നിങ്ങളിത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും, കർത്താവ് ലോകത്തെങ്കിലും എവിടെയെങ്കിലും ഇങ്ങനെ ദൈവസഭ ഉണ്ടോ എന്നുള്ളപ്പോൾ ചിന്തിച്ചേക്കാം. അത് ഇല്ലാത്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ രീതിയിൽ ഒരു ടീച്ചിങ് പ്രോപ്പറായിട്ടില്ല, ആ രീതിയിൽ ദൈവസഭകൾ വർക്ക് ചെയ്യുന്നില്ലെന്നാണ്. പക്ഷേ ഞാനതിന് ജഡ്ജ് ചെയ്യാൻ വേണ്ടി പറയുന്നില്ല. അങ്ങനെ ഉണ്ടാവണമെന്ന് 100% ഉണ്ടാവണം എന്നുള്ള നിർബന്ധം ഉണ്ടായിട്ടൊന്നും പറഞ്ഞിരിക്കുന്നത്. കൊരിന്ത സഭയിലും അങ്ങനെ അല്ലായിരുന്നു. അങ്ങനെ അല്ലായിരുന്നപ്പോൾ അങ്ങനെ ആവണമെന്നുള്ളത് പൗലോസ് പറയണം. അതേ രീതിയിലാണ് ഞാനും പറയുന്നത്. എന്നാൽ ഞാനെന്ത് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ഒരു ദൈവസഭ കൂടി വരികയാണെങ്കിൽ ആ ദൈവസഭയിലെ ശുശ്രൂഷകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ശുശ്രൂഷകളും പരിശുദ്ധാത്മാവിൻ്റെ ഈ ഒരു ഓർഡറിലായിരിക്കും നടക്കുന്നത്. ഒരു സിംഫണി പോലെ അത് വളരെ മനോഹരമായിട്ടുള്ള മ്യൂസിക് ആയിരിക്കും. അതില്ല എന്നുണ്ടെങ്കിൽ രണ്ട് എക്സ്ട്രീമിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഒന്നുകിൽ അവിടെ ഒരു ഡിസോർഡർ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്, ഒരു അരോചകത്വം, എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഒരു നോയ്സി ആയിട്ട് പൗലോസ് തന്നെ പറഞ്ഞിരിക്കുന്ന പോലെ എന്താണ് പറഞ്ഞിരിക്കുന്നത്, എല്ലാം കൂടി എങ്ങനെയെങ്കിലുമൊക്കെ ശബ്ദം ഉണ്ടാക്കുന്ന ഒരു ഡിസോർഡർ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ ഒരു മൊണോട്ടണസ് ആയിട്ട് ജീവനില്ലാത്ത ചത്ത സഭകളായിട്ട് തീരാനുള്ള സാധ്യതയുണ്ട്. ഇത് രണ്ടും ഞാൻ കണ്ടിട്ടുണ്ട്. ചില സഭകളിൽ ദൈവത്തിന് ജീവനേ ഇല്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഏതാണ്ടൊരു എന്താ പറഞ്ഞിരിക്കുന്ന ഒരു ശ്മശാനത്തിൽ ചെന്നിരിക്കുന്നവരാണ്, ഈ സെമിറ്ററിയിൽ ചെന്നിരിക്കുന്നവരാണ്. ജീവനേ ഇല്ലാത്ത സഭകൾ. ചിലയിടത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഡിസോർഡറാണ്, ഒരു ഓർഡറുമില്ല. അവിശ്വാസി കടന്നു വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഭ്രാന്തുണ്ടെന്ന് തോന്നുന്ന രീതിയിൽ സഭകൾ. എന്നാൽ ഇതിന് നടുക്ക് പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലുള്ള ദൈവസഭകളിൽ യഥാർത്ഥത്തിലുള്ള ഓർഡർ ഉണ്ടായിരിക്കും.
അവിടുത്തെ ശുശ്രൂഷകൾ ഒരു സിംഫണി പോലെ മനോഹരമായിട്ട് നടക്കുമെന്നാണ് ദൈവം പഠിച്ചിരിക്കുന്നത്. അങ്ങനെ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിക്കണം. അങ്ങനെയുള്ള ശുശ്രൂഷകൾ ദൈവസഭകളിൽ ഉണ്ടാകാനായിട്ട് അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാനായിട്ടും നമ്മുടെ സഭകളിൽ ഉണ്ടാവാനായിട്ട് ശ്രമിക്കണം. അന്നേരം ഇതാണ് ദൈവസഭയുടെ ഓർഡർ. ഒരു ശരീരമായിട്ട് ദൈവസഭ വർക്ക് ചെയ്യുമ്പോൾ ക്രിസ്തു എന്ന തലയുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു ബോഡി വർക്ക് ചെയ്യുന്ന പോലെ, ഒരു ഓർക്കസ്ട്ര കണ്ടക്ടറുടെ കീഴിൽ ഒരു സിംഫണി വർക്ക് ചെയ്യുന്നത് പോലെ, ഇൻഡിവിജ്വലായിട്ടും കോർപ്പറേറ്റ് ആയിട്ടും ഒരു ദൈവസഭ ഫങ്ഷൻ ചെയ്യുമ്പോൾ കർത്താവിൻ്റെ യഥാർത്ഥത്തിലുള്ള മ്യൂസിക് ആ ദൈവസഭയിൽ കൂടിയും ആ ചർച്ചിൽ കൂടിയും പുറത്തേക്ക് വരാനായിട്ട് ദൈവം ഇടയാക്കി തരും. എന്നിട്ട് ഇതാണ് കൊരിന്ത്യർ ലേഖനത്തിന്റെ 12, 13, 14 അധ്യായങ്ങൾ പറഞ്ഞിരിക്കുന്നത്. എന്നാലും ഞാനിത് പറയുമ്പോൾ വേറൊരു സംശയം വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതുകൂടി ഞാൻ പറഞ്ഞിട്ട് ഞാൻ നിർത്താനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാനത് പറഞ്ഞു വന്നതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നുകൂടി ഞാനത് പറഞ്ഞു ക്ലോസ് ചെയ്യാം. ഇൻഡിവിജ്വലി നമ്മൾ വീണ്ടും ജനിക്കുമ്പോൾ യേശുക്രിസ്തു എന്ന തലയുടെ ശരീരമായിട്ട് നമ്മൾ തീരുകയാണ്. നമ്മൾ അവയവങ്ങളല്ല, ഇൻഡിവിജ്വലി നമ്മൾ കർത്താവിൻ്റെ ശരീരം തന്നെയാണ്. ഇൻഡിവിജ്വലി നമ്മൾ ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇൻഡിവിജ്വലി നമ്മൾ കർത്താവിൻ്റെ ആലയമാണ്. എന്നാൽ അങ്ങനെ ആലയമായിരിക്കുമ്പോൾ, അങ്ങനത്തെ ഒരു ഇൻസ്ട്രുമെൻ്റ് ആയിരിക്കുമ്പോൾ, അങ്ങനെ നമ്മളൊരു ശരീരമായിരിക്കുമ്പോൾ തന്നെ കോർപ്പറേറ്റ് ബോഡിയിലേക്ക് ദൈവം നമ്മളെ ചേർക്കുമ്പോൾ നമ്മൾ അവിടെ ഒരു ഓർക്കസ്ട്രയുടെ ഭാഗമായിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്, ഒരു ശരീരത്തിൻ്റെ ഭാഗമായിട്ടുള്ള അവയവമാണ്, ഒരു കെട്ടിടത്തിൻ്റെ ഭാഗമായിട്ടുള്ള കല്ലാണ്. എന്നാൽ നമ്മൾ അങ്ങനെ നമ്മുടെ ഇൻഡിവിജ്വലായിട്ടുള്ള ജീവിതത്തിൽ ദൈവത്തിൻ്റെ പണി തുടർന്നുകൊണ്ടേയിരിക്കുമ്പോൾ നമ്മുടെ കോർപ്പറേറ്റ് ബോഡിയിൽ നമുക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ ശുശ്രൂഷകൾ തിരിച്ചറിയാനായിട്ടും നമുക്ക് അന്യോന്യം ശുശ്രൂഷിക്കാനായിട്ടും ദൈവസഭയുടെ കൂടിവരവുകളിൽ നമുക്ക് യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ ഒരു സിംഫണി പോലെ, ഒരു ശരീരം പോലെ നമുക്ക് വർക്ക് ചെയ്യാനായിട്ടും കഴിയും. അത് കാണുന്ന വ്യക്തികൾക്കും നമ്മുടെ സഭയിൽ കടന്നു വരുന്ന വ്യക്തികൾക്കും യഥാർത്ഥത്തിൽ റെക്കഗ്നൈസ് ചെയ്യാനായിട്ടും കഴിയും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അന്നേരം ഇത് പറയുമ്പോൾ പലപ്പോഴും പലരും ചോദിക്കുന്ന ഒരു ചോദ്യം, ഞാനത് ഇന്നത് കവർ ചെയ്യാനായിട്ട് സമയം ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ അതിനൊരു ഇൻട്രൊഡക്ഷൻ മാത്രം ഞാൻ ഇട്ടിട്ട് അടുത്ത ആഴ്ചയിലേക്ക് അത് കൂടുതലായിട്ട് വിശദീകരിക്കാം. അന്നേരം ദൈവസഭയുടെ ശരീരത്തിന്റെ തല ക്രിസ്തു ആണ് എങ്കിൽ നമ്മളെല്ലാവരും ശരീരത്തിന്റെ അവയവങ്ങൾ മാത്രമാണ് എങ്കിൽ അവിടെ എൽഡേഴ്സിന്റെ പൊസിഷൻ എന്താണ്? എൽഡേഴ്സ് ദൈവസഭയുടെ തലയാണോ എന്നുള്ളതാണ് ചോദ്യം. അന്നേരം ഇതിൻ്റെ ഒരു ആൻസർ ഞാൻ ഇതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അന്നേരം ദൈവസഭയിൽ എൽഡേഴ്സിനെ എന്തിനാണ് ദൈവം വെച്ചിരിക്കുന്നത്? അന്നേരം എല്ലാവരും ഒരു അവയവങ്ങളാണ് എങ്കിൽ, ഒരേപോലുള്ള അവയവങ്ങളാണ് എങ്കിൽ എൽഡേഴ്സിന്റെ പൊസിഷൻ എന്താണ്? ഇത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമ്മൾ കർത്താവിൻ്റെ വാക്കുകളിലേക്ക് തന്നെ പോകണം. മത്തായിയുടെ സുവിശേഷം 23-ാമത്തെ അധ്യായത്തിലും 21-ാമത്തെ അധ്യായത്തിലും ഇപ്പോൾ കർത്താവ് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അവിടെ മത്തായിയുടെ സുവിശേഷം 23-ാമത്തെ അധ്യായം 23-ാമത്തെ അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ കർത്താവ് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: നിങ്ങൾ നായകന്മാരെന്ന് പേരെടുക്കരുത്, ഒരുവനത്രേ നിങ്ങളുടെ നായകൻ, ക്രിസ്തു തന്നെ. ഡു നോട്ട് ബി കോൾഡ് ലീഡേഴ്സ്, ഫോർ വൺ ഈസ് യുവർ ലീഡർ, ദാറ്റ് ഈസ് ക്രൈസ്റ്റ്. എന്നിട്ട് മുകളിൽ പറഞ്ഞിരിക്കുകയാണ്, നിങ്ങളോ എല്ലാവരും സഹോദരന്മാർ. 8-ാമത്തെ വാക്യത്തിൽ പറയാണ്, നിങ്ങൾ എല്ലാവരും, യു ഓൾ ആർ ബ്രദേഴ്സ്. അന്നേരം രണ്ട് കാര്യങ്ങളോട് യേശുക്രിസ്തു തന്നെ പറയാണ്, നിങ്ങൾ നായകന്മാർ, ലീഡേഴ്സ് എന്ന പേര് നിങ്ങൾ എടുക്കരുത്, നിങ്ങൾ എല്ലാവരും സഹോദരന്മാരാണ്. അന്നേരം ദൈവസഭയുള്ള എൽഡേഴ്സും സഹോദരന്മാർ തന്നെയാണ്. അതുകൊണ്ടാണ് പത്രോസ് പൗലോസിനെ സഹോദര എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് പത്രോസ് തന്നെ പരിചയപ്പെടുത്തുമ്പോൾ ക്രിസ്തുവിൽ ഒരു കൂട്ടു സഹോദരൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അന്നേരം എല്ലാവരും ദൈവസഭയുടെ എൽഡേഴ്സ് അവർ സഹോദരന്മാർ തന്നെയാണ്. അവർ സഭയുടെ തലയല്ല, അവർ സഭയിലെ അവയവങ്ങളാണ് അവരും. ഇത് ഞാൻ പറയാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരിക്കൽ കുവൈറ്റിലായിരുന്നപ്പോൾ ഒരു സഭയിൽ ഒരു വ്യക്തി എൻ്റെ അടുത്ത് വിളിച്ചിട്ട്, നമ്മുടെ ചർച്ചിൽ വരാനായിട്ട് ആഗ്രഹിച്ചിട്ട് എൻ്റെ അടുത്ത്, അല്ലെങ്കിൽ അവിടെ ചർച്ചിലെ കാര്യങ്ങൾ അറിയാനായിട്ട് വിളിച്ചാണ്. എന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, നിങ്ങളുടെ സഭയുടെ തലവൻ ആരാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ സഭയുടെ തലവൻ യേശു ക്രിസ്തു ആണെന്ന് പറഞ്ഞു. തലയും തലവനും യേശു ക്രിസ്തു ആണെന്ന് പറഞ്ഞു. അന്നേരം ഇദ്ദേഹം ചോദിക്കുന്നു, ഓ അപ്പം തലയില്ലാത്ത സഭയാണ് നിങ്ങളുടേതല്ലേ എന്ന് ചോദിച്ചു. അന്നേരം ഞാൻ പറഞ്ഞു, തലയുള്ള സഭയാണ്, തല ക്രിസ്തുവാണ്, ബാക്കിയുള്ളവരെല്ലാം അവയവങ്ങളാണെന്നാണ് ചോദിക്കുന്നത്. അന്നേരം ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലരുടെയും ചിന്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സഭയിലെ പാസ്റ്ററാണ് തല, ഇല്ലെങ്കിൽ സഭയുടെ എൽഡേഴ്സാണ് തല, ബാക്കിയുള്ളവർ അവയവങ്ങളാണെന്ന്. അത് ബൈബിളിൻ്റെ ടീച്ചിങ് അല്ല. സഭയിലുള്ള എല്ലാവരും അവയവങ്ങളാണ്, എല്ലാവരും സഹോദരന്മാരാണ്, തല ക്രിസ്തു തന്നെയാണ്. ഇനി 2-ാമത്തെ വാക്യം എന്ന് പറഞ്ഞാൽ മത്തായിയുടെ സുവിശേഷം 20-ാമത്തെ അധ്യായം, 20-ാമത്തെ അധ്യായം 20-ാമത്തെ അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യത്തിൽ പറയാണ്, യേശു അവരെ വിളിച്ച്, ജാതികളുടെ അധിപന്മാർ
അവരിൽ കർത്തൃത്വം ചെയ്യുന്നുവെന്നും മഹത്തുക്കൾ അവരുടെ മേൽ അധികാരം നടത്തുന്നു എന്നും നിങ്ങൾ അറിയുന്നു. നിങ്ങളിൽ അങ്ങനെയരുത്. നിങ്ങളിൽ മഹാനാകുവാൻ ഇച്ഛിക്കുന്നവരെല്ലാം നിങ്ങളുടെ ശുശ്രൂഷ കാരണം. ഇതേ വാക്യം തന്നെ ഇവിടെയും പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം ഈ 23-ാമത്തെ അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്, നിങ്ങളിൽ വലിയവനാകുവാനാകും നിങ്ങളുടെ ശുശ്രൂഷക്കാരൻ. അന്നേരം ഇത് രണ്ടും ദൈവസഭയിലെ ശുശ്രൂഷക്കാരായി പറയുമ്പോൾ, ദൈവസഭയുടെ ശുശ്രൂഷയെ പറ്റി പറയുമ്പോൾ, ശുശ്രൂഷക്കാരാവാനായിട്ട് ഉള്ളവരെ പറ്റി പറയുമ്പോൾ പറയാണ്, നിങ്ങൾ നായകന്മാരെന്ന് പേരെടുക്കരുത്, നിങ്ങൾ കർത്തൃത്വം നടത്തരുതെന്ന് പറയുന്നത്. അന്നേരം രണ്ട് കാര്യങ്ങളുണ്ട്. നിങ്ങൾ നായകന്മാരെന്നുള്ള പേരെടുക്കരുത്, നിങ്ങൾ കർത്തൃത്വം നടത്തരുത്, ദൈവസഭയിൽ കർത്തൃത്വം നടത്തരുതെന്ന് പറഞ്ഞിരിക്കണം. അന്നേരം പിന്നെ എന്താണ് ദൈവസഭയുടെ എൽഡേഴ്സിൻ്റെ പൊസിഷൻ? ഞാനിതൊരു വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ദൈവസഭയുടെ എൽഡേഴ്സിൻ്റെ പൊസിഷനെ പറ്റി പറയുമ്പോൾ അവരെപ്പറ്റി 3 പദങ്ങളാണ് പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഒന്ന് അവരുടെ എൽഡേഴ്സ് എന്നുള്ള പദം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് അവരുടെ അപ്പോയിൻമെൻ്റ് ആണ്. ദെയർ അപ്പോയിൻമെൻറ്റ് ഈസ് ആസ് എൽഡേഴ്സ്. അവരുടെ ശുശ്രൂഷ പറയുമ്പോൾ 2 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ഇറ്റ് ഈസ് ഓവർസീയിങ് ആൻഡ് സെക്കൻഡ് ഈസ് ഷെപ്പേഡിങ്. എന്നിട്ട് ഈ ഓവർസീയിങ്ങും ഷെപ്പേഡിങ്ങും എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അത് എന്തല്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. 1 പത്രോസ് അതിൻ്റെ 5-ാമത്തെ അധ്യായം, അതുപോലെ തന്നെ അപ്പോസ്തല പ്രവൃത്തി അതിൻ്റെ 21-ാമത്തെ അധ്യായം, ഈ 2 ഇടത്ത് പൗലോസും പത്രോസും ദൈവസഭയുടെ എൽഡേഴ്സിൻ്റെ അടുത്ത് പറയുന്ന ചില ടീച്ചിങ് ഉണ്ട്. ആ വാക്യങ്ങൾ വേണമെങ്കിൽ പെട്ടെന്ന് ഞാൻ എടുത്തിട്ട് ഒന്ന് വിശദീകരണത്തിലേക്ക് പോകാം. അപ്പോസ്തല പ്രവൃത്തി അതിൻ്റെ 21-ാമത്തെ അധ്യായത്തിൽ പൗലോസ് എഫേസ്യയിലെ മൂപ്പന്മാരെ വിളിച്ചിട്ട് അവരുടെ അടുത്ത് കൊടുക്കുന്ന നിർദ്ദേശങ്ങളാണ്. 1 പത്രോസിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ പത്രോസ് ദൈവസഭയുടെ മൂപ്പന്മാർക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങളാണ്. അന്നേരം ഞാൻ പറഞ്ഞു, യേശുക്രിസ്തുവും ഇത് തന്നെ പറഞ്ഞു. യേശുക്രിസ്തു പറഞ്ഞ അതേ കാര്യമാണ് അവിടെ പറഞ്ഞു. യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾ കർത്തൃത്വം നടത്തുന്നവരാവരുത്, നിങ്ങൾ നായകന്മാരെന്നുള്ള പേരെടുക്കുന്നവരാവരുത്. പേരെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, സ്വയമായിട്ട് പേരെടുക്കുന്നവരാവരുത്, അത് ഡിമാൻഡ് ചെയ്യുന്നവരാവരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ എന്താണ് ആവേണ്ടത്? നിങ്ങൾ ശുശ്രൂഷിക്കാൻ തയ്യാറായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ 5-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ വാക്യങ്ങൾ, 1 പത്രോസ് അതിൻ്റെ 5-1 മുതൽ, നിങ്ങളുള്ള മൂപ്പന്മാരിൽ ഒരു കൂട്ടുമൂപ്പനും. അന്നേരം ഈ ദൈവസഭയുടെ മൂപ്പന്മാരെയാണ് ദൈവം വെച്ചിരിക്കുന്നത്, എൽഡേഴ്സിനെയാണ് ദൈവം വെച്ചിരിക്കുന്നത്. സിംഗിൾ പാസ്റ്റേഴ്സിനെ ദൈവസഭയിൽ വെച്ചിട്ടില്ല. സിംഗിൾ പാസ്റ്റർ സിസ്റ്റമുള്ള ഒരു ദൈവസഭയിലും ദൈവത്തിൻ്റെ ശരീരമായിട്ടുള്ള സഭയുടെ പണി നടക്കാൻ സാധ്യതയില്ല. കാരണം ആ സിസ്റ്റം തന്നെ ദൈവവചനത്തിൻ്റെ വിരുദ്ധമാണ് എന്നുള്ളതാണ് ഞാൻ ആദ്യം മുതലേ പറയുന്നത്. എന്നാൽ ദൈവസഭയിൽ മൂപ്പന്മാരെ ദൈവം വെച്ചിട്ടുണ്ട്. ആ മൂപ്പന്മാരെ ദൈവം വെച്ചിരിക്കുന്നത് ദൈവസഭയുടെ നടത്തിപ്പിന് വേണ്ടിയിട്ടാണ്. എന്നാൽ അവിടെ പറയുകയാണ്, നിങ്ങളുടെ വിചാരണയുള്ള ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളുവിൻ, ഷെപ്പേർഡ് ദ ഫ്ലോക്ക് എന്നിട്ട് പറയാണ്. നിർബന്ധത്താലല്ല, ദൈവത്തിന് ഹൃദയപ്രകാരവും മനഃപൂർവ്വമല്ല, ദുരാഗ്രഹത്തോടെയല്ല, ഉന്മേഷത്തോടെയും ഇടവകകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരുമായിട്ടുമല്ല. അന്നേരം എന്താണ് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ലോഡിങ് ഓവർ എന്നൊരു കാര്യമുണ്ട് ദൈവസഭയിലുള്ള വ്യക്തികളുടെ മേൽ. ലോഡിങ് ഓവർ ചെയ്യുക, അന്നേരം ലോഡ്സ് ആവുക. അവരുടെ എന്താണ് ഈ ലോഡിങ് ഓവർ എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള വിശ്വാസികളുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടിട്ട് അവരുടെ എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്ന ഒരു സ്വഭാവം ഒരിക്കലും ദൈവസഭയുടെ എൽഡേഴ്സിനുണ്ടാവാനായിട്ട് പാടില്ല. ഞാൻ അവർക്ക് ഉണ്ടാവണമെന്നുള്ളത് ഞാൻ പറയുന്നില്ല, എന്തുണ്ടാവാൻ പാടില്ല. ഞാനിത് എൻ്റെ അനുഭവങ്ങളിലും പലപ്പോഴും കണ്ടിട്ടുള്ള കാര്യമാണ് പറയുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. വ്യക്തിപരമായിട്ട് ആൾക്കാർ എന്ത് ജോലി ചെയ്യണം, ഏത് രാജ്യത്ത് പോകണം, എന്ത് ശുശ്രൂഷ ചെയ്യണം, സുവിശേഷ വേലയാണോ, സുവിശേഷ വേല ചെയ്യണ്ടയോ, ഇങ്ങനത്തെ പല പല കാര്യങ്ങളിൽ ദൈവസഭയിലെ ഓരോ വ്യക്തികളെയും നിയന്ത്രിക്കേണ്ടത് ആ വ്യക്തികളുടെ തലയായിട്ടുള്ള ക്രിസ്തുവാണ്. സഭയുടെ എൽഡേഴ്സ് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് അവരുടെ ജീവിതത്തിലേക്ക് കടക്കുകയും അവരെ നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കുകയും അവരിലേക്ക് അറ്റാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുമ്പോൾ അവർ ക്രിസ്തു എന്ന തലയുടെ സ്ഥലമെടുക്കുകയാണ്. ഇല്ലെങ്കിൽ അവരുടെ നേതാക്കന്മാരാവാനായിട്ട് ശ്രമിക്കുകയാണ്. അങ്ങനെ ഒരിക്കലും ദൈവം നമ്മളാവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഞാനിത് പറയുന്നതിൻ്റെ പറഞ്ഞാൽ പലപ്പോഴും പലയിടത്തും അങ്ങനെയാണ് നടക്കുന്നത്. ഞാൻ ഈ സംഭവങ്ങളെല്ലാം അത് ബൈബിൾ സ്റ്റഡി ഇടയ്ക്ക് പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, എങ്കിലും ചില കാര്യങ്ങൾ മാത്രം പറയാനായിട്ട് ഓർമ്മയുള്ള പറയാനായിട്ട് ആഗ്രഹിക്കും. ഞാൻ രക്ഷിക്കപ്പെട്ട സമയം മുതൽ ഞാനിത് കണ്ടിട്ടുള്ളതാണ്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ രക്ഷിക്കപ്പെട്ട സമയത്ത് ഞങ്ങളുടെ പഠിത്തമൊക്കെ കഴിഞ്ഞ് ജോലിക്കൊക്കെ പോകാനായിട്ടുള്ള തീരുമാനത്തിൻ്റെയൊക്കെ ആ സമയമായപ്പോൾ ഒരു കോട്ടയത്ത് നിന്നൊരു പാസ്റ്റർ ഞങ്ങളായിരുന്ന ആ സഭയിൽ വന്നു. ഞങ്ങൾ അവിടുത്തെ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിൻ്റെ എല്ലാം ഞങ്ങൾ അന്നത്തെ രക്ഷിക്കപ്പെട്ട ഞങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാവരും കൂടെ വന്നിരിക്കുന്ന ഒരു മീറ്റിങ്ങിൽ ഇദ്ദേഹം വന്നിട്ട് ഇദ്ദേഹം സുവിശേഷ വേലയ്ക്ക് ജോലി വിട്ട് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരെയും അതിശക്തമായിട്ട് നിർബന്ധിച്ചു. എന്നുവെച്ചാൽ ഒരു രാത്രി മുഴുവൻ അദ്ദേഹം സുവിശേഷ വേലയ്ക്ക് ഇറങ്ങാനായിട്ട് കമ്പൽ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്.
സത്യം പറഞ്ഞാൽ ഞാനിപ്പോഴും ചിന്തിക്കുന്നുണ്ട്, ഞാൻ മാത്രമേ അങ്ങനെ ഒരു ഡിസിഷൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രഷറിൽ വീഴാതെ മാറിയുള്ളൂ. ബാക്കിയുള്ള പലരും സുവിശേഷ വേലയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ പ്രഷറിൽ കമ്മിറ്റ് ചെയ്തിട്ട് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങി, ജോലി ചെയ്യാതെ. അതിന് ഞാനതിനൊന്നും ജഡ്ജ് ചെയ്യല്ല. അത് ചിലപ്പോൾ ദൈവം തന്നെ ചിലപ്പോൾ അവരുടെ ജീവിതത്തിൽ ഉദ്ദേശിച്ചാണോ ഉദ്ദേശിച്ചോ എന്നുള്ള രണ്ടാമത്തെ കാര്യം. പക്ഷേ ഇങ്ങനൊരു പ്രഷർ അദ്ദേഹത്തിൻ്റെ മുകളിലുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ മുകളിലുണ്ടായിരുന്നു. പക്ഷേ പലപ്പോഴും വർഷങ്ങൾക്ക് ശേഷം ഞാൻ ചിന്തിച്ചു നോക്കുമ്പോൾ പലരും പിന്നീട് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നത് കണ്ടു. അവരുടെ ആ ഒരു ഡിസിഷൻ കാരണം പിന്നീട് അവർ പല ചില ജോലിക്ക് ശ്രമിക്കുന്നത് കണ്ടു, ജോലി കിട്ടാതിരിക്കുന്നത് കണ്ടു, സാമ്പത്തികമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നത് കണ്ടു. അതായത് അന്ന് ഞാൻ അന്ന് മുതലേ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. ഇങ്ങനെയുള്ള ചില വ്യക്തിപരമായിട്ടുള്ള ഡിസിഷൻസ്, എന്ത് ജോലി ചെയ്യണം, സുവിശേഷയിലേക്ക് പോകണം, ഏത് രാജ്യത്ത് പോകണം, ഈ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തിയെ നിയന്ത്രിക്കുന്നത് ദൈവസഭയുടെ എൽഡറല്ല. ദൈവസഭയുടെ തല എന്ന് പറഞ്ഞിരിക്കുന്നതും വ്യക്തിപരമായിട്ട് ഇൻഡിവിജ്വലായിട്ട് ഓരോ വ്യക്തിയുടെ തല എന്ന് പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവാണ്. ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിലാണ് അവർ ഇങ്ങനെയുള്ള വ്യക്തിപരമായുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടത്. അത് ക്രിസ്തുവായിട്ടുള്ള ബന്ധത്തിലായിരിക്കണം, അവരുടെ സ്വന്തം ആയിരിക്കരുത്. എന്നാൽ ക്രിസ്തുവായിട്ടുള്ള ബന്ധത്തിലായിരിക്കണം. ആ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ ഇങ്ങനെയുള്ള ഡിസിഷൻസ് എടുക്കാനായിട്ട് ഇവരെ യഥാർത്ഥത്തിൽ എക്വിപ്പ് ചെയ്യാണ് ദൈവസഭയുടെ എൽഡേഴ്സ് ചെയ്യേണ്ടത്. ഞാനത് മുമ്പോട്ട് വേണമെങ്കിൽ വിശദീകരിക്കാം. അന്നേരം ഒന്ന്, കർത്തൃത്വം നടത്തുകയല്ല, അവർക്ക് മാതൃകയായിട്ട് നിൽക്കുകയാണ്. അന്നേരം കർത്തൃത്വം നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ എല്ലാ കാര്യങ്ങളിലും ഒരു വ്യക്തി, ചില ദൈവസഭകളിലെ കല്യാണം പോലും ഡിസൈഡ് ചെയ്യുന്ന സഭയുടെ പാസ്റ്റേഴ്സാണ്, ഇല്ലെങ്കിൽ സഭയുടെ എൽഡേഴ്സാണ്. എൽഡറാണോ പാസ്റ്ററാണോ എന്നുള്ള പേരിൽ വ്യത്യാസം ഉണ്ടായിട്ട് കാര്യമില്ല. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ആരെ കല്യാണം കഴിക്കണം, നിങ്ങൾ ആരെ കല്യാണം കഴിക്കണം എന്നുള്ളത് നിങ്ങളുടെ തലയാണ് തീരുമാനിക്കേണ്ടത്, നിങ്ങളുടെ സഭയുടെ പാസ്റ്ററല്ല തീരുമാനിക്കേണ്ടത്. ഞാനിത് പറയുന്നതൊക്കെ പലർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമായിരിക്കാം. നിങ്ങൾ ഏത് ജോലി ചെയ്യണമെന്നുള്ളത് നിങ്ങളുടെ തലയാണ് തീരുമാനിക്കുന്നത്, നിങ്ങളല്ല തീരുമാനിക്കേണ്ടത്, നിങ്ങളുടെ തലയാണ് തീരുമാനിക്കേണ്ടത്. യേശു ക്രിസ്തുവാണ് തീരുമാനിക്കേണ്ടത്, അല്ല നിങ്ങളുടെ സഭയുടെ പാസ്റ്ററല്ല, നിങ്ങളുടെ സഭയുടെ എൽഡറല്ല. നിങ്ങൾ ഏത് രാജ്യത്ത് പോകണമെന്നുള്ളത് തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ തലയാണ്. എൻ്റെ അടുത്ത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അടുത്ത് ഞാൻ നാട്ടിലായിരുന്നപ്പോൾ, ബാംഗ്ലൂർ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ, കുവൈറ്റിൽ പോകരുതെന്ന് പറഞ്ഞ അനേക ആൾക്കാരുണ്ട്. കുവൈറ്റിൽ പോകരുത്, ബാംഗ്ലൂർ തന്നെ നിന്നിട്ട് പൂർണ്ണസമയ സുവിശേഷ വേല ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട്. എൻ്റെ അടുത്ത് എൻ്റെ തല പറഞ്ഞാൽ മാത്രമേ എനിക്ക് പൂർണ്ണസമയ സുവിശേഷ വേല ചെയ്യാൻ കഴിയത്തുള്ളൂ. കുവൈറ്റിൽ പോകാനായിട്ട് എൻ്റെ തല പറയുകയാണെങ്കിൽ ഞാൻ കുവൈറ്റിൽ പോകും. കുവൈറ്റിൽ നിന്ന് അമേരിക്കയിലോട്ട് പോകാനായിട്ട് തീരുമാനം വന്നപ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ എനിക്കൊരു ഗൈഡൻസ് കിട്ടിയപ്പോൾ അത് പോകരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് കുവൈറ്റിൽ പോകണമെന്നോ അമേരിക്കയിൽ പോകണമെന്നോ ഇന്ത്യയിൽ പോകണമെന്നോ നോർത്ത് ഇന്ത്യയിൽ പോകണമെന്നോ ഒന്നുമല്ല. ഇതൊന്നും വേറൊരു വ്യക്തിയുടെ പ്രഷറിൽ നിങ്ങൾ എടുക്കേണ്ട തീരുമാനമാണ്. പല കാര്യം അങ്ങനെ നിങ്ങളൊരു തീരുമാനം എടുത്താൽ നിങ്ങൾക്ക് റിഗ്രറ്റ് ചെയ്യേണ്ടി വരും. ഞാനീ പറയുന്ന ഒന്നും ദൈവവചനത്തിൽ ഇല്ലാത്ത കാര്യമല്ല. കൊലോസ്യ ലേഖനത്തിലേക്ക് പെട്ടെന്ന് നമുക്ക് പോകാം. കൊലോസ്യ ലേഖനത്തിൽ ഇങ്ങനെ ആകരുത് എന്ന് പൗലോസ് പറയുന്നുണ്ട്. കൊലോസ്യ ലേഖനം രണ്ടാമത്തെ അധ്യായത്തിൻ്റെ 18 വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിച്ച് സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കുകയും തങ്ങളുടെ ജഡമനസ്സിനാൽ വെറുതെ ചേർക്കുകയും തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ നിങ്ങളുടെ വിരുത് തെറ്റിക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വേറെ പറഞ്ഞാൽ തലയുമായിട്ട് നിങ്ങളെ കണക്ട് ചെയ്യാതെ നിങ്ങളുടെ തലയായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തികളും നിങ്ങളെ തെറ്റിക്കാൻ സാധ്യതയുണ്ട്. ഞാനിത് നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇത് ചിലപ്പോൾ ആപ്ലിക്കബിൾ ആയിരിക്കില്ല, പക്ഷേ ഇത് കേൾക്കുന്ന വേറെ പലർക്കും ഇത് ആപ്ലിക്കബിൾ ആവാനായിട്ട് സാധ്യതയുണ്ട്. നിങ്ങളുടെ വിരുത് തെറ്റിക്കാനായിട്ടുള്ള സാധ്യത പല മനുഷ്യർക്കും പറ്റും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള വ്യക്തികൾ നിങ്ങളുടെ വിരുത് തെറ്റിക്കും. എന്നിട്ട് പറയുന്നത്, തലയായവനിൽ നല്ലോ ശരീരം മുഴുവൻ സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം വ്യാപിച്ചും ഏകീഭവിച്ചും ദൈവികമായ വളർച്ച പ്രാപിക്കുന്നു. എന്നിട്ട് താഴേക്ക് വരുമ്പോൾ പറയാണ്, മാനുഷിക കൽപ്പനകൾക്കനുസരിച്ച് നിങ്ങൾ മുമ്പോട്ട് അത് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യരുത്. തലയിൽ നിന്നാണ് നിങ്ങൾ നിർദ്ദേശങ്ങൾ തീരുന്നത്. എന്നിട്ട് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവസഭയുടെ എൽഡേഴ്സ് എന്താണ് ചെയ്യേണ്ടത്, ഇല്ലെങ്കിൽ ദൈവസഭയിലെ വിശ്വാസികൾ എന്താണ് ചെയ്യേണ്ടത്? എൽഡേഴ്സ് ഇവരെ ദൈവവുമായിട്ടുള്ള കണക്ഷനിൽ, തലയുമായിട്ടുള്ള ബന്ധത്തിൽ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് അവർക്ക് മാതൃകയായിട്ട് നിന്നിട്ട് അവരെ ഗൈഡ് ചെയ്യാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ തലയ്ക്ക് പകരമായിട്ട് നിൽക്കുകയല്ല ചെയ്യേണ്ടത്. എൻ്റെ സമയം പോകുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറയട്ടെ. ഒന്ന്, ഷെപ്പേഡിങ്. രണ്ട്, ഓവർസീയിങ്. ഈ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഓവർസീയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോ മാനേജ്മെൻ്റ് അല്ല. ഷെപ്പേഡിങ്ങിൻ്റെ ഓപ്പോസിറ്റാണ് ലോഡിങ് ഓവർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓവർസീയിങ്ങിൻ്റെ ഓപ്പോസിറ്റാണ് മൈക്രോ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓവർസീയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേൽനോട്ടമാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്, അല്ലാതെ ഇൻഡിവിജ്വലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡിസൈഡ് ചെയ്യല്ല. ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്നുള്ള ഗൈഡൻസ് കൊടുക്കുന്ന തലയായിട്ടിരിക്കുന്ന വ്യക്തികൾ, അങ്ങനെയുള്ള സഭകളിലെ വിശ്വാസികൾ ഒരിക്കലും ആത്മീയ വളർച്ച പ്രാപിക്കില്ല. അവരെപ്പോഴും ആ വ്യക്തിയുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കും. ആ വ്യക്തി ആ സഭയിൽ നിന്ന് പോയാൽ അവർ ആത്മീയ വളർച്ച അതോടുകൂടി സീറോ, അവരോടുകൂടി കഴിയും. പൗലോസ് അതാണ് എഫേസ്യ ലേഖനത്തിലും ഫിലിപ്പ് ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്.
ഞാൻ എൻ്റെ വാക്യങ്ങളിലേക്ക് പോകുന്നില്ല. അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഞാൻ അരികത്തായിരിക്കുമ്പോൾ മാത്രമല്ല അകലത്തായിരിക്കുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ രക്ഷ പ്രാവർത്തികമാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളാണ് യേശു ക്രിസ്തുവിന് തലയുമായിട്ട് കണക്ട് ആവേണ്ടത്. എന്നിട്ട് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് ശുശ്രൂഷകളിൽ ഒന്ന് ഷെപ്പേഡിങ്ങും ഒന്ന് ഓവർസീയിങ്ങുമാണ്. അതിൻ്റെ ഓപ്പോസിറ്റാണ് കർത്തൃത്വം നടത്തുക എന്നുള്ളതും മൈക്രോ മാനേജ്. ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത് സിംഗിൾ പാസ്റ്റർ സിസ്റ്റം ഉള്ളതല്ല. എൽഡർ സിസ്റ്റം ഉള്ളിടത്തും പലപ്പോഴും ആ എൽഡർ തലയായിട്ട് തീരാനായിട്ടുള്ള സാധ്യതയുണ്ട്. എൽഡേഴ്സിന് ചെയ്യേണ്ട പല കാര്യങ്ങളുണ്ട്, അതിലേക്ക് ഞാൻ പോകുന്നില്ല, വളരെ ഡീറ്റെയിൽ പോകുന്നു. പക്ഷേ എൽഡേഴ്സ് ചെയ്യേണ്ട ഒരു കാര്യം, ഇത് ഞാൻ ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ചെയ്യേണ്ട കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താനായിട്ട് ആഗ്രഹിക്കുകയാണ്. എഫ് എസ് ലേഖനം, ഞാൻ പറഞ്ഞത് കൊലോസ് ലേഖനം എഫ് എസ് ലേഖനമാണ് ഇതിൻ്റെ പ്രിൻസിപ്പിൾ പറയുന്നത്. കൊരിന്ത് ലേഖനമാണ് ഇതിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ പറയുന്നത്. ഞാൻ പറഞ്ഞത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് സ്പീഡിലാണ് പറഞ്ഞു പോകുന്നതെന്ന് എനിക്കറിയാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ക്ലാരിഫൈ ചെയ്യാം. എഫ് എസ് ലേഖനത്തിലേക്ക് വരുമ്പോൾ എഫ് എസ് ലേഖനം 4-ാമത്തെ അധ്യായത്തിൽ ദൈവസഭ എന്ന ആ ശരീരത്തിൻ്റെ ഐക്യതയെപ്പറ്റി പറയാണ്. ഈ ഐക്യതയെപ്പറ്റിയാണ് ശരിക്കും യോഹന്നാൻ്റെ സുവിശേഷം 17-ാമത്തെ അധ്യായത്തിൽ യേശു ക്രിസ്തു പ്രാർത്ഥിക്കുന്നത്, ക്രിസ്തു എന്ന സഭ എന്നുള്ള തല എന്ന ശരീരത്തിലേക്ക്. ഒരു സെക്കൻഡ്, ഞാൻ എൻ്റെ ലാപ്ടോപ്പ് ഒന്ന് ചാർജ് ചെയ്യട്ടെ. എൻ്റെ ചാർജ് കഴിഞ്ഞു പോകുന്നു. ഞാനിപ്പം വരാം. സോറി. അന്നേരം ഞാൻ പറഞ്ഞത് എഫ് എസ് ലേഖനത്തിലേക്ക് വരുമ്പോൾ എഫ് എസ് ലേഖനം 4-ാമത്തെ അധ്യായത്തിൽ ദൈവസഭ എന്ന ശരീരത്തെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ആ ശരീരത്തിനെ പറ്റി പറയുമ്പോൾ അവിടെ 4-ാമത്തെ അധ്യായത്തിൽ നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങൾ വിളിച്ചു. ശരീരമൊന്ന്, ആത്മാവ് ഒന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസമൊന്ന്, സ്നാനമൊന്ന്, എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരും കൂടിയായിരിക്കുന്നതിനും എല്ലാവരും ഇരിക്കുന്നവനായി ദൈവവും പിതാവുമായവനും ഒന്നെന്ന് പറയുക. അന്നേരം ദൈവസഭ എന്ന് പറയുന്ന ശരീരത്തിൻ്റെ തലയൊന്നാണ്, ശരീരമെന്നാണ്, അവരുടെ പിതാവെന്നാണ്, കർത്താവെന്നാണ്. ഇതെല്ലാം ഒന്നാണ് എന്ന് പറഞ്ഞതിന് ശേഷം പറയാണ്, എന്നാൽ ദൈവസഭയ്ക്ക് ദൈവം ചില ഗിഫ്റ്റുകൾ കൊടുത്തിരിക്കുന്നു. ഞാൻ പറയുന്നത് മനസ്സിലാക്കണം. കൊരിന്ത് ലേഖനത്തിൽ ഇൻഡിവിജ്വൽ വിശ്വാസികൾക്ക് കൊടുത്ത ഗിഫ്റ്റുകളാണ് പറഞ്ഞിരിക്കുന്നത്. എഫ് എസ് ലേഖനം 4-ാമത്തെ അധ്യായത്തിൽ ദൈവസഭയ്ക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഗിഫ്റ്റുകളാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്. ദൈവസഭയ്ക്ക്, അല്ലെങ്കിൽ ഇത് ഇവിടെ എഫ് എസ് ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് ലോക്കൽ ചർച്ചിനല്ല, ആഗോളമായിട്ടുള്ള ദൈവസഭയ്ക്ക് ദൈവം ചില ഗിഫ്റ്റുകൾ കൊടുത്തിരിക്കുന്നു. ആ ഗിഫ്റ്റുകൾ എന്താണ്? അവിടെ പറഞ്ഞിരിക്കുകയാണ്, അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, അവൻ ചിലരെ അപ്പോസ്തലന്മാരും ചിലരെ പ്രവാചകന്മാരും ചിലരെ സുവിശേഷകന്മാരും ചിലരെ ഇടയന്മാരും ഉപദേഷ്ടാക്കന്മാരായിട്ടും നിയമിച്ചിരിക്കുന്നു. അവിടെ പറഞ്ഞിരിക്കുന്ന അപ്പോയിൻമെൻ്റ് ആണ്. അന്നേരം അത് ശുശ്രൂഷ എല്ലാവർക്കും ഉണ്ടെങ്കിലും അപ്പോയിൻമെൻ്റ് എല്ലാവർക്കും ഇല്ല. ഞാൻ ഇതൊക്കെ വീണ്ടും വേണമെങ്കിൽ അടുത്ത ക്ലാസ്സുകൾ വിശദീകരിക്കാം. ആ അപ്പോയിൻമെൻ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ആഗോള ദൈവസഭയ്ക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഗിഫ്റ്റുകളാണ്. ആ ഗിഫ്റ്റുകൾ എന്ന് പറഞ്ഞാൽ എല്ലാ സഭയ്ക്കും വേണ്ടിയിട്ട് ദൈവം കൊടുത്തിരിക്കുക. അത് ചിലർ മാത്രമാണ്. ചിലർ പ്രവാചകന്മാർ, ചിലർ സുവിശേഷകന്മാർ, ചിലർ ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ. അതായത് അവിടെ ഇടയന്മാരും ഉപദേഷ്ടാക്കന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത് ചർച്ചിൻ്റെ എൽഡേഴ്സിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. എന്തിനാണ് ഇവരെ ദൈവം നിയമിച്ചിരിക്കുന്നത്? എന്താണ് ഇവരുടെ ഫംഗ്ഷൻ? അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അത് മലയാളത്തിൽ ഏറ്റവും മനസ്സിലാകാത്ത രീതിയിലുള്ള ട്രാൻസ്ലേഷനാണ്. അതുകൊണ്ട് അത് മനസ്സിലാകാത്തതുകൊണ്ട് പലർക്കും ഇത് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നില്ല. അവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ഇംഗ്ലീഷ് പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് ദൈവം ഈ ഇടയന്മാരെയും ഉപദേഷ്ടാക്കന്മാരെയും ചർച്ചിൻ്റെ എൽഡേഴ്സിനെയും ദൈവം അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്? ദിസ് ഈസ് ഫോർ എക്വിപ്പിംഗ് ദ സെയിൻസ് ഫോർ ദ വർക്ക് ഓഫ് ദ സർവീസ് ടു ദ ബിൽഡിംഗ് അപ്പ് ഓഫ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. എന്താണെന്നേരം യഥാർത്ഥത്തിൽ ദൈവസഭയിലെ എൽഡേഴ്സിൻ്റെ ശുശ്രൂഷ, ഇല്ലെങ്കിൽ ഈ അപ്പോയിൻമെൻ്റ് ശുശ്രൂഷ, ദൈവസഭയുടെ എല്ലാ വിശ്വാസികളും ദൈവസഭ എന്ന യേശുക്രിസ്തു എന്ന തലയുമായിട്ടുള്ള കണക്റ്റഡായിട്ട് അവരെല്ലാവരും അവരവരുടെ ശുശ്രൂഷ ചെയ്യാനായിട്ട് അവരെ എക്വിപ്പ് ചെയ്യുക എന്നുള്ളതാണ് ദൈവസഭയിലെ എൽഡേഴ്സിൻ്റെ ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി. ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം. ഞാൻ ആകരുതെന്ന് പറഞ്ഞു. ഒന്ന്, അവരുടെ മേൽ ലോഡിങ് ഓവർ ചെയ്യുക എന്നുള്ളതല്ല, മൈക്രോ മാനേജ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതല്ല, അവരെ ഷെപ്പേർഡ് ചെയ്യുക, അവരെ ഓവർസീ ചെയ്യുക, ഏറ്റവും പ്രധാനമായിട്ട് അവരെ എക്വിപ്പ് ചെയ്യുക. എന്നിട്ട് ദൈവസഭയിലുള്ള എൽഡേഴ്സിന് ദൈവസഭയെ പറ്റിയുള്ള യഥാർത്ഥത്തിലുള്ള കാഴ്ചപ്പാട് കിട്ടുമ്പോൾ അവർ ദൈവസഭയുടെ എൽഡേഴ്സ് അവരിലേക്ക് വിശ്വാസികളെ കണക്ട് ചെയ്യാതെ, വിശ്വാസികളെ ലോഡിങ് ഓവർ ചെയ്യാതെ, വിശ്വാസികളെ മൈക്രോ മാനേജ്മെൻറ്റ് ചെയ്യാതെ യേശുക്രിസ്തു എന്ന തലയുമായിട്ട് കണക്ട് ചെയ്യുകയും ഓരോരുത്തരെയും അവരവരുടെ ശുശ്രൂഷ ചെയ്യാനായിട്ട് ദൈവസഭയുടെ എൽഡേഴ്സ് എക്വിപ്പ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ എക്വിപ്പ് ചെയ്യുമ്പോൾ, അങ്ങനെ ദൈവസഭയിൽ ഓരോ വ്യക്തികളും അങ്ങനെ വളരുമ്പോൾ ആ സഭ കർത്താവിൻ്റെ ശരീരമായിട്ട് വളർന്ന് ക്രിസ്തു എന്ന തലയോളം വളരുമെന്നാണ് പറയുന്നത്. അതാണ് 15-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് അവർ ശിശുക്കളാകാതെ, ആത്മീയ ശിശുക്കളായിട്ട് നിൽക്കാതെ, എപ്പോഴും സഭയിലെ പാസ്റ്ററുമായിട്ട് കണക്റ്റഡായിട്ട് നിൽക്കാതെ, സഭയിലെ എൽഡേഴ്സുമായിട്ട് കണക്റ്റഡായിട്ട് നിൽക്കാതെ, അവരുമായിട്ട്
ഡയറക്ടറായിട്ട് നിൽക്കാതെ അതെ ക്രിസ്തു എന്ന തലയുമായിട്ട് കണക്ടറായിട്ട് സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാനിടയാകും. 16-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ശരീരം മുഴുവൻ യുക്തമായി ചേർന്നും ഏകീഭവിച്ചും ഓരോ അംഗത്തിനും അതത് വ്യാപാരത്തിന് ഒത്തവണ്ണം ഉദവി ലഭിക്കാനുമായി ഏത് സന്ധിയാലും സ്നേഹത്തിലുള്ള വളർച്ചയ്ക്കായി അവനിൽ നിന്ന് വളർച്ച പ്രാപിക്കുന്നു. ഇതേ കാര്യമാണ് കൊലോസ്യലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അങ്ങനെ ദൈവസഭയുടെ എൽഡേഴ്സ് ആ രീതിയിൽ അവരുടെ ശുശ്രൂഷ ചെയ്യുമ്പോൾ ദൈവസഭയുള്ള വിശ്വാസികളെല്ലാവരും അവരുടെ ശുശ്രൂഷ മനസ്സിലാക്കുകയും അവരവർ കർത്താവിൻ്റെ ശരീരമായിട്ട് കർത്താവുമായിട്ടുള്ള കണക്ടറായിട്ട് ആത്മീയമായിട്ട് വളരപ്പെടുകയും അങ്ങനെ ഒരു യഥാർത്ഥ ദൈവസഭ ബിൽഡ് ചെയ്യപ്പെടുകയും ചെയ്യും. ഇങ്ങനെ ഒരു ദൈവസഭ ബിൽഡ് ചെയ്യാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഞാൻ എൻ്റെ മുമ്പോട്ടുള്ള ദിവസങ്ങളിൽ ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. ഞാൻ പറഞ്ഞല്ലോ, ഈ രീതിയിലാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇതാണ് ദൈവത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള പ്ലാൻ. ഈ രീതിയിലേക്ക് ദൈവസഭ ബിൽഡ് ചെയ്യണമെന്നാണ് ദൈവത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള പദ്ധതി. അത് മനസ്സിലാകാത്ത ദൈവസഭകളിൽ ഈ രീതിയിലുള്ള ശുശ്രൂഷ നടക്കുകയില്ല. അവിടെ ഒരു വൺ മാൻ ഷോ ആയിരിക്കും നടക്കുന്നത്. വിശ്വാസികളെല്ലാവരും എപ്പോഴും ശിശുക്കളായിട്ട് എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഓരോ ഉപദേശത്തിൻ്റെ കാറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വളരുന്ന ശിശുക്കളായിട്ട് ജഡീകന്മായിട്ട് അവരായിട്ട് പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷ വ്യക്തികളായിട്ട് തന്നെ നിൽക്കുകയും അവിടെ ഒരു വ്യക്തി തന്നെ ഇല്ലെങ്കിൽ 2-3 വ്യക്തികൾ തന്നെ എപ്പോഴും ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യേണ്ട സ്ഥിതി വരും. അങ്ങനെയായി തീരാതിരിക്കാനായിട്ട് യഥാർത്ഥ ദൈവസഭയായിട്ട് വളരാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാകാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാൻ പറയാം. വളരെ കഴിഞ്ഞ ഈ സെഷനിലല്ല, അതിന് മുമ്പ് ഉള്ളൊരു സെഷനിൽ പറഞ്ഞത് അതെനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അത് മെസ്സേജ് കേട്ടപ്പോഴേ ഈ കർത്താവിൻ്റെ മരണവും അടക്കവും ഉയർക്കവും പിന്നെ മഹാപുരോഹിതത്വത്തിലേക്കുള്ള കർത്താവിൻ്റെ പ്രവേശനവും അത് അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിൽ ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ആ സംഭവത്തോട് ചേർന്നാണല്ലോ അവിടെ കോട്ട് ചെയ്തിരിക്കുന്നത്. അതെ, ഈ 2-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്ന ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് അത് രാജത്വത്തോടുള്ള ബന്ധത്തിലാണെന്ന് തോന്നുന്നു, അല്ലേ? ഓക്കെ, രാജാവായി വാഴിച്ചിരിക്കുന്നു. അതെ. പിന്നെ എബ്രായ ലേഖനത്തിൽ വരുമ്പോൾ അത് കർത്താവിൻ്റെ 2-ാം വരവിനോടുള്ള ബന്ധത്തിലാണ് എഴുതിയിരിക്കുന്നത്, ഇന്ന് ഞാൻ ജനിപ്പിച്ചിരിക്കുന്നു എന്നുള്ളത്. അത് അല്ല, പല ഘട്ടങ്ങളിലായിട്ട് ഈ ഇന്ന് ഞാൻ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. ഇന്ന് ഞാൻ ജനിപ്പിച്ചിരിക്കുന്നു എന്നുള്ള പദം ഞാൻ ഇന്നത്തെ ക്ലാസ്സിന്റെ ആദ്യത്തെ ഭാഗത്ത് പറഞ്ഞിരുന്നു. യേശുക്രിസ്തുവിന്റെ മരണത്തിൽ നിന്നുള്ള പുനരുത്ഥാനത്തെ ജനനം എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് മരിച്ചവരിൽ നിന്ന് ആദ്യജാതൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അന്നേരം എല്ലായിടത്തും കൺസിസ്റ്റന്റ് ആയിട്ട് ആ ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനത്തെ പറ്റി തന്നെയാണ് എല്ലായിടത്തും. എബ്രായ ലേഖനത്തിലും അതാണ്, അപ്പോസ്തല പ്രവൃത്തിയിലും അതാണ്, സങ്കീർത്തനത്തിലും അതാണ്. സങ്കീർത്തനത്തിൽ ആ പറഞ്ഞിരിക്കുന്ന വാക്യത്തിൻ്റെ എക്സ്പ്ലനേഷൻ അപ്പോസ്തല പ്രവൃത്തിയിലും എബ്രായ ലേഖനത്തിലുമാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടിടത്തും യേശുക്രിസ്തുവിൻ്റെ മരണപുനരുത്ഥാനത്തെ പറ്റി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തു മരണപുനരുത്ഥാനത്തിൽ കൂടി മഹാപുരോഹിതനായിട്ട് ദൈവത്തിന് മധ്യത്തിന് നടുക്ക് മധ്യസ്ഥനായിട്ട് ആയിത്തീർന്നു എന്നുള്ളത് വിശദീകരിക്കാൻ വേണ്ടിയിട്ട് ആ പദം ഉപയോഗിക്കുകയാണ്. അന്നേരം കൺസിസ്റ്റൻ്റ്ലി ആ പദം ഉപയോഗിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ മരണപുനരുത്ഥാനത്തിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, വേറൊന്നിനെയും വേണ്ടിയിട്ടല്ല. ഓക്കെ. സാറേ, ഈ എഫെസ്യൻസ് 4-ന്റെ വാക്യങ്ങൾ വായിച്ചല്ലോ ഇപ്പം. അത് ആഗോള സഭ എന്ന് പറയുമ്പോൾ അത് ലോക്കൽ സഭയിലും ആപ്ലിക്കബിൾ ആയ കാര്യം തന്നെയല്ലേ? അതെ അതെ അതെ. അത് ലോക്കൽ സഭയിൽ ആപ്ലിക്കബിൾ ആണ്. പക്ഷെ ലോക്കൽ സഭയിൽ അത് എല്ലാ ശുശ്രൂഷയും ഉണ്ടാവണം നിർബന്ധമില്ല എന്നാ ഞാൻ പറഞ്ഞത്. അന്നേരം അത് ആയിക്കൂടാന്നില്ല. ഇപ്പോൾ ലോക്കൽ സഭയിൽ തന്നെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും സുവിശേഷകന്മാരും ഇടയന്മാരും ഉപദേശകന്മാരും ഉണ്ടാവാം. അത് തീർച്ചയായിട്ടും ഉണ്ടാവാം. പക്ഷേ ഇത് വായിച്ചിട്ട് ഇത്രയും ശുശ്രൂഷയും ലോക്കൽ സഭയിൽ തന്നെ ഉണ്ടാകണമെന്ന് ഒരാൾ പറയുകയാണെങ്കിൽ അവിടെ അതല്ല. കാരണം എഫേസ്യ ലേഖനത്തിന്റെ ആ ഒരു കോണ്ടെക്സ്റ്റ് ആ ഹോൾ ബോഡി എന്നുള്ളത് യൂണിവേഴ്സൽ ചർച്ചിനെ പറ്റിയാണ്. അതാണ് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുമല്ലോ. ദൈവത്തിന്റെ ആത്യന്തികമായിട്ടുള്ള പദ്ധതി സകലവും അവനിലേക്ക് ഒന്നാക്കി തീർക്കുക എന്നുള്ളത്. അന്നേരം അവിടെ പറഞ്ഞിരിക്കുന്ന ആ ഹോൾ ബോഡിയല്ല. അന്നേരം യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ആ ഹോൾ ചർച്ച് ബോഡിക്ക് വേണ്ടിയിട്ട് ദൈവം ചില ഗിഫ്റ്റുകളെ കൊടുത്തിരിക്കുന്നു. അത് ഞാൻ കഴിഞ്ഞ ആഴ്ച നമ്മുടെ ആ ഡിസ്കഷനിൽ പറഞ്ഞതുപോലെ അത് ലോക്കൽ ചർച്ചിൽ നിന്ന് തന്നെയാണ് എമർജ് ചെയ്യുന്നത്. അല്ലാതെ പെട്ടെന്ന് ഒരാൾക്ക് യൂണിവേഴ്സൽ ചർച്ചിൽ ഇതിന്റെ ഭാഗമായി തീരാനായിട്ട് പ്രവാചകനാണെന്ന് പറഞ്ഞുകൊണ്ട് വരാനായിട്ട് കഴിയത്തില്ല. അത് ലോക്കൽ ചർച്ചിൽ നിന്ന് തന്നെ ദൈവസഭ റെക്കഗ്നൈസ് ചെയ്തിട്ട് ആ വ്യക്തിയുടെ പ്രവചന ശുശ്രൂഷയോ ഇടയ ശുശ്രൂഷയോ ഉപദേശ ശുശ്രൂഷയോ റെക്കഗ്നൈസ് ചെയ്തിട്ട് പൗലോസിനെയൊക്കെ അയച്ചതുപോലെ ഒരു സഭ ഉണ്ടായിരുന്നല്ലോ അവർക്ക്, മക്കതോനിയ സഭ ഉണ്ടായിരുന്നു, അതുപോലെ അയക്കും. അവിടുന്ന്
അത് പക്ഷേ ആ മിനിസ്ട്രി വേൾഡ് വൈഡ് ആയിട്ട് ഇല്ലെങ്കിൽ ഓൾ ഉണ്ടായിരുന്നു. ചർച്ചിൻ്റെ ഭാഗമായിട്ട് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ. ഇത് എല്ലാ ശുശ്രൂഷയും ലോക്കൽ ചർച്ചിൽ ഉണ്ടാവാൻ പാടില്ലെന്നില്ല, പക്ഷേ ഉണ്ടാവണം നിർബന്ധമില്ല. നിർബന്ധമില്ല. Yeah. ശരി. പക്ഷേ 1 കൊരിന്ത്യർ 12 28 അത് തന്നെയാണല്ലോ പറഞ്ഞത്. അത് ലോക്കൽ ചർച്ച് ആണല്ലോ, കൊരിന്ത്യ സഭയിലും ഒന്ന് ഇതേ കൊരിന്ത്യർ കാര്യം 12-28 ആ ലോക്കൽ ചർച്ചിലാവാൻ പാടില്ലെന്നല്ലോ. 1 കൊരിന്ത്യർ 12-28 എന്താ പറഞ്ഞ വായിച്ചേ? എന്നാൽ നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തർ സഭയിൽ ഒന്നാമത് അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, അതെ. ഇവിടെയും പറഞ്ഞിരിക്കുന്നത് ഈ ഈ ദൈവസഭയുടെ സ്ട്രാറ്റജിക് ബിൽഡിങ്ങിനെ പറ്റിയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവസഭ എന്ന ഹോൾ ബോഡിയെ ദൈവം ബിൽഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് അപ്പോസ്തലന്മാരാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ അവരെ പണിഞ്ഞിരിക്കുന്നു പറഞ്ഞിരിക്കുന്നത്. അവിടെയും പറഞ്ഞിരിക്കുമ്പോൾ അത് ഈ എഫേസ്യൻസിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഹോൾ ബോഡിയുടെ കാര്യവും ലോക്കൽ ചർച്ചിലും അത് ആപ്ലിക്കബിൾ ആണെന്നുള്ള അർത്ഥത്തിലാണ്. സഭയിൽ ഒന്നാമത് അപ്പോസ്തലന്മാർ, രണ്ടാമത് പ്രവാചകന്മാർ, മൂന്നാമത് ഉപദേശകന്മാർ എന്നിങ്ങനെ ഓരോരുത്തരെ നിയമിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ നിയമനം എന്നുള്ള വാക്കാണ് എഫേസ്യൻസിലും പറഞ്ഞിരിക്കുന്നത്. അത് ശുശ്രൂഷയല്ല. 12-ാമത്തെ അധ്യായത്തിൻ്റെ 8 മുതൽ പറഞ്ഞിരിക്കുന്നത് ഓരോരുത്തർക്കും കൊടുത്തിരിക്കുന്ന വരവും ശുശ്രൂഷയുമാണ്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിയമനമാണ്. ആ നിയമനം ലോക്കൽ ചർച്ചിലും ആകാം, അത് ആഗോള സഭയിലും ആകാം. ലോക്കൽ ചർച്ചിൽ നിന്ന് അത് ആഗോള സഭയിലോട്ടും ആകാം. കൃപാവരങ്ങളുടെ കൂട്ടത്തിലുള്ളത് തന്നെ ആണല്ലോ ദൈവസഭയുടെ ആത്മീയവർദ്ധനു വേണ്ടി കൃപ കൊടുത്തിരിക്കുന്ന ദാനമല്ലേ? അത് ദൈവസഭയ്ക്ക് കൊടുത്തിരിക്കുന്ന ദാനം തന്നെയല്ലേ ശുശ്രൂഷ? അല്ല, അത് കൃപാവരം എന്നുള്ളതല്ല, അത് അപ്പോയിന്റ്മെന്റ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. നിയമനം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിയമനം എന്ന് പറയുന്നതും വരം എന്ന് പറയുന്നതും രണ്ടും വ്യത്യാസമാണ്. നിയമനം എന്ന് പറഞ്ഞിരിക്കുന്നത് ചില സ്പെസിഫിക് നിയമനങ്ങളാണ്. ആ നിയമനങ്ങൾ ലോക്കൽ ചർച്ചിൽ ഉണ്ടാവാവുന്നേ ഉള്ളൂ. കൃപാവരങ്ങളുടെ കൂട്ടത്തിലുള്ളതല്ലെന്നാണോ ഈ 4 ശുശ്രൂഷകൾ പറയുന്നത്? അല്ല, കൃപാവരങ്ങളുടെ കൂട്ടത്തിലുള്ളതല്ല. അപ്പോസ്തലൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കൃപാവരമല്ല. പ്രവചനം എന്നുള്ളത് ഒരു കൃപാവരമാണ്. പ്രവാചകൻ എന്നുള്ളത് ഒരു അപ്പോയിന്റ്മെന്റ് ആണ്. ഗിഫ്റ്റുകൾ ദൈവസഭയുടെ ആത്മീയ വർധനയ്ക്ക് വേണ്ടിയാണല്ലോ. അപ്പം ഉപദേഷ്ടാവും അല്ലെങ്കിൽ സുവിശേഷകരും എല്ലാം ദൈവസഭയ്ക്ക് ഇതിനുവേണ്ടി ദൈവസഭയെ ശുശ്രൂഷിക്കാൻ വേണ്ടിയല്ലേ ദൈവത്തിന്റെ ഗിഫ്റ്റുകൾ ദൈവം കൊടുക്കുന്നത്? അതെ, ദൈവസഭയെ ശുശ്രൂഷിക്കാൻ വേണ്ടിയില്ല. ദൈവസഭയ്ക്ക് പുറത്തൊരു ശുശ്രൂഷയില്ല. വേറെ എവിടെ ശുശ്രൂഷിക്കുന്നത്? അപ്പൊ അത് ഗിഫ്റ്റുകളുടെ കൂട്ടത്തിലുള്ളതല്ലേ? ഡൗട്ട് അല്ല. ഗിഫ്റ്റ് എന്ന് പറയുന്നത് നിയമനം എന്ന് പറയുന്നത് രണ്ടാണ്. ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രവചനം എന്ന് പറയുന്ന ഒരു ഗിഫ്റ്റാണ്. പ്രവാചകൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു അപ്പോയിൻമെൻ്റ് ആണ്, നിയമനമാണ്. ആ നിയമനം എന്ന് പറഞ്ഞിരിക്കുന്നത് ചിലരെ മാത്രമായിട്ട് ദൈവം നിയമിച്ചിരിക്കുന്നതാണ്. എഫേസ്യൻസിലും കൊരിന്ത്യത്തിലും പറഞ്ഞിരിക്കുന്നത്. അത് ലോക്കൽ ചർച്ചിൽ എല്ലാ നിയമനങ്ങളും ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഉണ്ടാവാം, ലോക്കൽ ചർച്ചിൽ നിന്നാവാം ഉണ്ടാവുന്നത്. പക്ഷേ എല്ലാ നിയമനങ്ങളും ലോക്കൽ ചർച്ചിൽ തന്നെ, ഒരു പ്രാദേശിക സഭയിൽ തന്നെ എല്ലാ നിയമനങ്ങളും ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല എന്നാണ് പറഞ്ഞത്. അന്നേരം അത് ആഗോള ദൈവസഭയ്ക്ക് ദൈവം കൊടുത്തിരിക്കുന്ന നിയമനമാണ്. അത് ലോക്കൽ ചർച്ചിൽ എല്ലാം ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. അതേസമയം ദൈവസഭയിലെ ലോക്കൽ ചർച്ചിലെ ഓരോ വ്യക്തികൾക്കും, എല്ലാ വ്യക്തികൾക്കും ദൈവം വിവിധ തരത്തിലുള്ള കൃപാവരങ്ങൾ കൊടുത്തിട്ടുണ്ട്. വിവിധ തരത്തിലുള്ള കൃപാവരങ്ങൾ. അതാണ് കൊരിന്ത്യത്തിലും എഫേസ്യൻസിലും വിശദീകരിക്കുന്നത്. എല്ലാ കൃപാവരങ്ങൾക്കും നിയമനം ആവശ്യമില്ല അല്ലേ? എക്സാക്ട്ലി, എല്ലാ കൃപാവരങ്ങൾക്കും നിയമനം ആവശ്യമില്ല. അതെ, കറക്റ്റ്. പക്ഷെ 7-ാം വാക്യത്തിൽ പറയുന്നുണ്ടല്ലോ, അത് എന്നാൽ നമ്മിൽ ഓരോരുത്തരും ക്രിസ്തുവിന്റെ ദാനത്തിന്റെ അളവിനൊത്തവണ്ണം കൃപ ലഭിച്ചിരുന്നു. അപ്പൊ കയറി എന്നാൽ ഭൂമിയുടെ അതിർങ്ങളിലേക്ക് ഇറങ്ങിയവൻ സകലത്തെയും നിറയ്ക്കാണ് കയറിയവനാണെന്ന്. അപ്പൊ അവിടെ ഒരു ദാനത്തെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. മനുഷ്യൻ ആ ദാനം എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന നിയമനങ്ങളെ തന്നെയാണ് ദാനം എന്ന് പറഞ്ഞിരിക്കുന്നത് എഫേസ്യൻസിലെ. അതൊരു ഗിഫ്റ്റാ. അത് ഗിഫ്റ്റാണ്. ഞാനതാ പറഞ്ഞത്, ഗിഫ്റ്റ് എന്നുള്ള പദം വരുമ്പോൾ കൃപാവരം എന്നുള്ള പദമല്ല അവിടെ, ആ അർത്ഥത്തിലല്ല എഫേസ്യലേഖനത്തിൽ ഗിഫ്റ്റ് എന്നുള്ള പദം ഉപയോഗിച്ചിരിക്കുന്നത്. കൊരിന്ത്യലേഖനത്തിൽ ഗിഫ്റ്റ് എന്നുള്ളത് കൃപാവരം എന്നുള്ള ഗിഫ്റ്റാണ്, ഓരോരുത്തർക്ക് കൊടുത്തിരിക്കുന്ന ഗിഫ്റ്റാണ്. എഫേസ്യലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന ഗിഫ്റ്റ് ചർച്ചിന് കൊടുത്തിരിക്കുന്ന ഗിഫ്റ്റാണ്, ഹോൾ ബോഡിക്ക് കൊടുത്തിരിക്കുന്ന ഗിഫ്റ്റാണ്. ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞത്. എഫേസ്യലേഖനത്തിൽ ദൈവം കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ദൈവസഭയ്ക്ക് കൊടുത്ത ഗിഫ്റ്റുകളാണ് അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ, സുവിശേഷന്മാർ എന്നുള്ള ഗിഫ്റ്റ് ദൈവസഭയ്ക്ക് കൊടുത്തിരിക്കുന്നതാണ്. കൊരിന്ത്യലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ വ്യക്തികളായിട്ട് ഓരോരുത്തർക്ക് രോഗശാന്തിക്കുള്ള വരം, പ്രവചനത്തിനുള്ള വരം, ശുശ്രൂഷയ്ക്കുള്ള വരം എന്ന് ഓരോരുത്തർക്ക് കൊടുത്തിരിക്കുന്നതാണ്. അത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. പദം മാത്രമേ ഒരേപോലെ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പം മലയാളത്തിൽ പറയുന്ന കുറച്ചുകൂടെ ശരിയായിട്ട്, കാരണം ഒരു
സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള അതെ ആ അതെ ഒരു വർക്ക് ഓഫ് ഗോഡ് എന്നുള്ള വർക്ക് രീതിയിലാണ്. എക്സാക്ട്ലി അതെ ശരി. ആ സഭയിൽ കൊടുത്തിരിക്കുന്ന പ്രത്യേക ശുശ്രൂഷകൾ ഇല്ലാത്ത സഭകള് അത് അത് ആ സഭയുടെ ഒരു കുറവായിട്ട് അതിനെ എടുക്കാൻ പറ്റുമോ? അത് അതിൽ ആ സഭയില് ഈ പറഞ്ഞിരിക്കുന്ന ശുശ്രൂഷകൾ വെളിപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ, ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ കുവൈറ്റ് സഭയിലുള്ള ഡിസ്കഷൻ പറഞ്ഞിരുന്നത് അതിന് രണ്ട് കാരണങ്ങളുണ്ടാവാം. ഒന്നുകിൽ ആ സഭയിൽ അങ്ങനെ ഒരു പ്രോപ്പർ ടീച്ചിങ് കൊടുക്കുന്നില്ലായിരിക്കാം. സഭയിലുള്ള വിശ്വാസികൾ പലപ്പോഴും പല ആൾക്കാർക്കും വിശ്വാസികൾ അവരുമായിട്ട് കണക്റ്റഡ് ആയിട്ട് അവരൊരു സഭയുടെ തലയായിട്ട് നിന്നുകൊണ്ട് വിശ്വാസികൾ എപ്പോഴും കേൾവിക്കാരായിട്ടും സ്തോത്രകാഴ്ച കൊടുക്കുന്നവരായിട്ടും ദശാംശം കൊടുക്കുന്നവരായിട്ടും നിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന സഭയുടെ പാസ്റ്റേഴ്സോ അല്ലെങ്കിൽ ലീഡേഴ്സോ കാണും. എന്നാൽ അവരൊരു പ്രോപ്പർ ടീച്ചിങ് കൊടുക്കത്തില്ല. സഭ ഒരു ശരീരമാണെന്നുള്ളതും ഓരോരുത്തർക്കും ശുശ്രൂഷ ഉണ്ടാവണമെന്നുള്ള പ്രോപ്പർ ടീച്ചിങ് കൊടുക്കത്തില്ലായിരിക്കും. അതായിരിക്കും ഒരു കാരണം. രണ്ട്, സഭയിലുള്ള വിശ്വാസികൾക്ക് അതിനുള്ള താല്പര്യം കാണത്തില്ല. ശുശ്രൂഷ ചെയ്യണമെന്നുള്ളതും ഇല്ലെങ്കിൽ ആത്മീയമായിട്ട് വളർന്ന കർത്താവെന്ന തലയുമായിട്ടുള്ള ബന്ധത്തിൽ അവരൊരു ശരീരമായിട്ട് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാത്തതുകൊണ്ട് അവർക്ക് ആ ഗിഫ്റ്റ് അവരിൽ നിന്ന് വെളിപ്പെടുത്തില്ലായിരിക്കും. എന്നാൽ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടായിരിക്കും ആ സഭയിൽ അങ്ങനത്തെ ഗിഫ്റ്റുകൾ വെളിപ്പെടാത്തത്. അതൊരു സഭയുടെ കുറവ് തന്നെയാണ്. അത് കുറവായിട്ട് തന്നെ കാണണം ആ സഭയുടെ. എല്ലാ കൃപാവരങ്ങളെയും കാര്യമല്ല പറഞ്ഞിരിക്കുന്നത്. അറ്റ്ലീസ്റ്റ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ദൈവസഭയിൽ ഓരോരുത്തരും ഈ കേൾവിക്കാരായിട്ട് മാത്രം ഇരിക്കുന്ന വിശ്വാസികൾ ഇരിക്കാതെ സഭയെ ബിൽഡ് ചെയ്യുന്ന വിശ്വാസികൾ അവരുടെ ശുശ്രൂഷകൾ ചെയ്യുകയും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഒരു ദൈവസഭയുടെ കുറവ് തന്നെയാണ്. എന്റെ ബ്രദറെ, ഈ അപ്പോസ്തലൻ എന്നുള്ള ആ ശുശ്രൂഷ അതെന്താണ്? അതിലെന്താ ഇത്? കർത്താവിന് 12 അപ്പോസ്തലന്മാരുണ്ടായിരുന്നു. ആ അപ്പോസ്തലനാണോ അതോ ഇവിടെ പറയുന്ന വേറെ എന്താണ് അപ്പോസ്തലന്റെ ശുശ്രൂഷ എന്താണ്? ഈ അപ്പോസ്തലൻ എന്നുള്ള പദത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അയക്കപ്പെട്ടവൻ എന്ന് മാത്രമേ ഉള്ളൂ. ദ സെൻഡ് വൺ എന്നുള്ളതാണ് ആ പദത്തിന്റെ അർത്ഥം. നേരം എൻ്റെ ബോധ്യം ഇതിനെപ്പറ്റി രണ്ട് ടീച്ചിങ് ഉണ്ട്. ഈ അപ്പോസ്തലൻ എന്ന് പറഞ്ഞ ശുശ്രൂഷയെ ഇപ്പോൾ ഇല്ല എന്ന് പറയുന്ന ചിലരുണ്ട്. ചിലർ പറയുന്നുണ്ട് ഈ 12 അപ്പോസ്തലന്മാർ റൂട്ടുള്ള അധികാരം ഇന്ന് ആൾക്കാർക്കുണ്ടോ, അങ്ങനത്തെ അപ്പോസ്തലന്മാരുണ്ടെന്ന് പറയുന്നുണ്ട്. ഇത് രണ്ടും തെറ്റാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 12 അപ്പോസ്തലന്മാർക്ക് കൊടുത്ത സ്പെസിഫിക് അധികാരം ഇന്ന് ആർക്കുമില്ല. നമ്മളത് ശ്രദ്ധിച്ച് വായിച്ചു കഴിഞ്ഞാൽ തന്നെ അവർക്കുണ്ടായിരുന്ന സ്പെസിഫിക് അധികാരങ്ങൾ പലതും ഉണ്ടായിരുന്നു. അവർ തിരുവെഴുത്തുകൾ എഴുതുകയും അവരുടെ പറയുന്നത് തന്നെ അവർ തിരുവെഴുത്തുകളെ പോലെ സംസാരിക്കുകയും ചെയ്യാനായിട്ട് കഴിയുമായിരുന്നു. അവർക്ക് അങ്ങനത്തെ പല കാര്യങ്ങളുണ്ടായിരുന്നു. ആ അധികാരമുള്ള അപ്പോസ്തലന്മാർ ഇന്നില്ല. എന്നാൽ സഭ അയച്ചിട്ട് പല സ്ഥലങ്ങളിൽ പോയിട്ട് സഭകൾ സ്ഥാപിക്കുന്ന വ്യക്തികൾ, അങ്ങനെയുള്ള ആൾക്കാർ അപ്പോസ്തലന്മാർ തന്നെയാണ്. അന്നേരം അന്ത്യോക്യ സഭയിൽ നിന്ന് അയക്കപ്പെട്ടവരാണ് പൗലോസും ബർന്നബാസും ഒക്കെ. അന്നേരം അവർ അപ്പോസ്തലന്മാരാണ്. ആ രീതിയിലുള്ള അപ്പോസ്തലന്മാർ ഇന്നും ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അയക്കപ്പെട്ടവരായിട്ട്, ദൈവസഭയാൽ അയക്കപ്പെട്ടവരായിട്ട് സഭകൾ പ്ലാൻ ചെയ്യുകയും സഭകൾ പ്ലാൻ ചെയ്ത് അവിടെ ഓരോ സ്ഥലങ്ങളിൽ ചർച്ച് പ്ലാൻ ചെയ്യുന്ന അയക്കപ്പെട്ടവർ, സെൻഡ് വൺസ് ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ അപ്പോസ്തല അധികാരം അന്നത്തെ പോലത്തെ അധികാരം ഇന്നില്ല. ഒന്ന് പറഞ്ഞോട്ടെ, ഈ സഭകളിൽ നിന്ന് അങ്ങനെ അപ്പസ്തോലിക ശുശ്രൂഷയ്ക്കായിട്ട് അയക്കുന്ന ആളുകൾ, അതിനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് അവർക്ക് മൾട്ടിപ്പിൾ കൃപാവരങ്ങളുള്ള ആളുകളായിരിക്കും. കാരണം ഈ ഒരു സ്ഥലത്ത് ഒരു പയനറിങ് ഫീൽഡിൽ പോയി സുവിശേഷം പറഞ്ഞ് രക്ഷയിലേക്ക് നടത്തി അവരെ വചനം പഠിപ്പിച്ച് അവിടെ മൂപ്പന്മാരെ നിയമിക്കുന്നത് വരെ ഉള്ളതായ ഒത്തിരി കാര്യങ്ങൾ അവർക്ക് ചെയ്യണമല്ലോ. സുവിശേഷ പ്രവർത്തനത്തിനുള്ള വരം, ഇടയവരം. എന്നാൽ നമുക്ക് ബൈബിളിൽ വായിക്കുന്ന കൃപാവരങ്ങൾ നല്ലൊരു ശതമാനവും ഉണ്ടെങ്കിൽ മാത്രമേ ഒരിടത്ത് പോയി സുവിശേഷം പറഞ്ഞൊരു സഭ സ്ഥാപിച്ച് വചനം പഠിപ്പിച്ച് അവരെ നടത്തി ഒരു മൂപ്പന്മാരെ നിയമിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അപ്പസ്തോലിക ശുശ്രൂഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മൾട്ടിപ്പിൾ കൃപാവരങ്ങളുള്ള ആളുകൾ ആണ് എന്ന് ചിന്തിക്കുന്നു ഞാൻ. അത് കറക്റ്റാണ്. ശരിക്കും ബ്രദർ പറഞ്ഞ കറക്റ്റാണ്. ഈ ഒരു പയനിയർ വർക്കിന് വേണ്ടിയിട്ട് ദൈവം അയക്കുന്നവരാണ് ഇന്ന് എൻ്റെ മനസ്സിലാക്കലിൽ അപ്പോസ്തലന്മാരെന്ന് പറഞ്ഞിരിക്കുന്നത്. അവർക്ക് സുവിശേഷകരായിരിക്കാം, അവർക്ക് പഠിപ്പിക്കാനായിട്ടുള്ള കഴിവുണ്ടായിരിക്കാം, അവർക്ക് സഭയിലെ അപ്പോസ്തലന്മാരെ അപ്പോയിന്റ് ചെയ്യാനായിട്ട് സഭയിലെ മൂപ്പന്മാരെ ബിൽഡ് ചെയ്തിട്ട് അവരെ ആ സഭയിൽ അപ്പോയിന്റ് ചെയ്യാനായിട്ടുള്ള കൃപാവരങ്ങളുള്ള അങ്ങനെയുള്ള വ്യക്തികളാണ്. പിന്നെ അപ്പോസ്തലന്മാരൊരിക്കലും ഒരു സഭയിൽ നിന്ന് ആ സഭയുടെ സ്ഥിരം പാസ്റ്ററായിട്ട് ഇരിക്കത്തില്ല. അവരെ ദൈവം അയക്കുന്നത് എന്താണ് പറഞ്ഞിരിക്കുന്നത്, പൈനിയർ വർക്കിന് വേണ്ടിയിട്ടാണ്. അന്നേരം ആ പൈനിയർ വർക്കിന് പോകുന്ന ദൈവം അയക്കുന്ന മൾട്ടിപ്പിൾ ആയിട്ടുള്ള കൃപാവരങ്ങളുള്ള ഒരു അപ്പോയിൻമെൻറ്റ് തന്നെയാണ് ഇന്നത്തെ കാലത്തിൽ നമ്മൾ പറയുമ്പോൾ അപ്പോസ്തലൻ എന്ന് പറയുന്നത്. അത് പറഞ്ഞാൽ കറക്റ്റാണ്. ഞാൻ യോജിക്കുന്നതിനോട്.
അപ്പൊ അതായത് ബ്രദറെ ഈ പിന്നെ നമ്മള് സുവിശേഷം പറഞ്ഞിട്ട് ഈ സഭ അയക്കുന്ന അനുസരിച്ച് സുവിശേഷം പറഞ്ഞ് ആ സ്ഥലത്ത് ചർച്ച് പ്ലാൻ ചെയ്തതിന് ശേഷം അവരടുത്ത സ്ഥലത്തേക്ക് പോവുകയോ അല്ലെങ്കിൽ അങ്ങനെ അടുത്ത ആ ഓരോ സഭ അയക്കുന്നതിനനുസരിച്ച് ഓരോരുത്തർക്ക് പോകും, അതാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? യെസ് അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. സഭ അയച്ചിട്ട് ഓരോ ഓക്കെ. സ്ഥലങ്ങളിലേക്ക് പോവുകയും അവിടെ സഭ പ്ലാൻ ചെയ്യുകയും അവിടെ അവരെ പഠിപ്പിക്കുകയും അവരെ ഒരു എൽഡേഴ്സിനെ സഭ ഏൽപ്പിക്കുകയും ചെയ്തിട്ട് അവരടുത്ത സ്ഥലങ്ങളിലേക്ക് പോകും. അതാണ് അപ്പോസ്റ്റലന്മാർ നമ്മൾ കാണുമ്പോൾ അപ്പോസ്റ്റലന്മാരുടെ പ്രവൃത്തി എല്ലാം കാണുന്നത് അങ്ങനെയാണ്. ചിലയിടത്ത് നമ്മൾ കാണുന്നത് ചിലയിടത്ത് പൗലോസിന് അങ്ങനെ ഒരു സമയം കിട്ടാത്തപ്പോൾ വേറെ ആൾക്കാരെ അവിടെ നിർത്തിയിട്ട് ക്രേത്തയിൽ ഇപ്പം ഇതും പറയുന്നുണ്ട്, ക്രേത്തയിൽ ഞാൻ നിന്നെ ആക്കിയത്, തീത്തോസിനെ ആക്കിയത് അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അന്നേരം ഒരിക്കലും പൗലോസോ അപ്പോസ്റ്റലന്മാരോ സഭയെ അങ്ങനെ ഇട്ടിട്ട് പോകത്തില്ല. അവിടുത്തെ ഒരു എൽഡേഴ്സിനെ ഏൽപ്പിച്ചിട്ട് അവരവിടുന്ന് പോവുകയാണ് ചെയ്യുന്നത്. അന്നേരം ആ ഒരു ശുശ്രൂഷ ചെയ്യുന്നവരാണ് അപ്പോസ്റ്റലന്മാർ. അതാണ് അപ്പോസ്തോലിക ശുശ്രൂഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവരൊരിക്കലും ഒരിടത്ത് നിൽക്കുന്നവരായിരിക്കത്തില്ല. ഒരിടത്ത് അവർക്കൊരു ലോക്കൽ ചർച്ച ഉണ്ടായിരിക്കാം, പക്ഷെ അവർ മൂവ് ചെയ്യുകയും സ്ഥലങ്ങളിൽ പൈനിയർ വർക്ക് ചെയ്യുകയും ചർച്ച് പ്ലാൻ ചെയ്യുകയും എൽഡേഴ്സിനെ ഏൽപ്പിക്കുകയും ചെയ്യുന്ന ശുശ്രൂഷകരായിരിക്കും. ഓക്കെ, ക്ലിയർ ആണ്. താങ്ക് യു. സാർ അതുപോലെ കൃപാവരങ്ങള് ഒരു വ്യക്തിക്ക് മൾട്ടിപ്പിൾ കൃപാവരങ്ങൾ, ഒരു രോഗശാന്തി സൗഖ്യത്തിന്റെ വരമുള്ള രോഗശാന്തിയുടെ വരമുള്ള ഒരാൾക്ക് പ്രബോധനത്തിന്റെ വരം ലഭിക്കും. അങ്ങനെ മൾട്ടിപ്പിൾ കൃപാവരങ്ങളിൽ ഒരാൾക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റില്ലേ? തീർച്ചയായിട്ടും പറ്റും. പക്ഷെ ദൈവം ഓരോരുത്തർ ദൈവത്തിന്റെ ഇഷ്ടം അനുസരിച്ച് ദൈവം പകർത്തു കൊടുക്കുന്ന അതെ പോലെയാണ്. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഒരേ ആത്മാവ് പകർത്തു കൊടുക്കുന്ന പോലെ കർത്താവിന്റെ ഹിതമനുസരിച്ച് കർത്താവിന് വിവിധ കൃപാവരങ്ങൾ പകർത്തു കൊടുക്കാനായിട്ട് പറ്റും.